ഞാൻ പുതിയ ഇവരെ വെളിപ്പെടുത്തലുകളിലേക്ക് വരികയാണ്. കോഴിക്കോട്ട് നടത്തിയ പത്രസമ്മേളനം, അതിന്റെ ചില ഭാഗങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ആ പത്രസമ്മേളനം നമുക്കൊന്ന് ഓപ്പറേഷൻ ചെയ്യാം. അത് കിട്ടിയിട്ടുണ്ട്. പത്രസമ്മേളനം നമുക്ക് കിട്ടാതിരിക്കാൻ പല പണിയും അവർ നോക്കി. പക്ഷേ പത്രസമ്മേളനം കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം ആ പത്രസമ്മേളനത്തിന്റെ മുഴുവൻ സീഡിയും ഞങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് എല്ലാവരോടും അറിയിക്കുക. എല്ലാം അങ്ങനെ തന്നെ. ദാറുൽ ഹുദന്റെ സമ്മേളനത്തിന്റെ സീഡി ഉണ്ടല്ലോ, നമ്മൾ ആ ചെറുശ്ശേരി ഉസ്താദൊക്കെ പ്രസംഗിച്ച സീഡി ഇന്ന് വരെ വിപണിയിൽ ഇറക്കിയിട്ടില്ല. വിപണിയിൽ ഇറക്കാതിരുന്നിട്ട് എന്ത് കാര്യം? അവരെ സമ്മേളനം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് അതിന്റെ മുഴുവൻ ഭാഗവും ഞങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ? ഇവരെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് കൊടുന്നൊരാളുടെ ആളുകൾ. അത് ഇവർക്ക് തിരിച്ചറിയാനാകോ? ഓരോ സംഘടന മനസ്സിലാക്കി. എന്നിട്ട് അതേപോലെ നമ്മളും കിയാസാക്കാം. SKSF അവരെ SYS വിശ്വാസമല്ല, മുഷാവറയിൽ ചെറുശ്ശേരിയെ വിശ്വാസമല്ല, അമ്പലക്കടവിന് മുസ്തഫൈസിയെ വിശ്വാസമല്ല, ആരും ഒരു വിശ്വാസമില്ല. എന്നിട്ട് അതുപോലെ നമ്മളീ ഖിയാസാക്കുക. എന്നിട്ട് പറയാ, കണ്ടോ കാന്തപുരത്തിനെതിരാണ് ഇവര്. അതൊക്കെ പണ്ട് മുതലേ ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എന്താ കേട്ടെന്നറിയോ? കാന്തപുരം പേരോടും തെറ്റാണ്, അങ്ങനെ കേട്ടിരുന്ന ഒരു കാലത്ത്. ആ ജാതി വിടലുകൾ എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അത്തരം പറച്ചിലുകൾ അല്ലെങ്കിൽ ഉമ്മാക്കി കാണിച്ച് ഞങ്ങളെ പരാജയപ്പെടുത്താനോ താജുൽ ഉലമയുടെയും ശൈഖുന കാന്തപുരം ഉസ്താദിന്റെയും നേതൃത്വത്തിലുള്ള ഈ സമൂഹത്തെ നോവിക്കാനോ നിങ്ങൾക്കാർക്കും സാധ്യമല്ല. ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങളെ ഇളക്കാൻ കഴിയുന്നവർ ഇന്ന് ലോകത്ത് ജീവിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ നിങ്ങളെ സംഘടന പോലെ ഞങ്ങളെ മനസ്സിലാക്കരുത്. ഇത് സെറ്റപ്പുള്ള സംഘടനയാണെന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക് പത്രസമ്മേളനത്തിലേക്ക് വരാം. ഇയാൾക്ക് വലിയ കഴിഞ്ഞ വെള്ളിയാഴ്ച വ്യാഴാഴ്ച ആണോ പരിപാടി? അതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ചയാണ് പത്രസമ്മേളനം. വെള്ളിയാഴ്ച രാവിലെ തന്നെ ഫോൺ. എന്താണെന്നറിയൂ? ഇന്ന് നിങ്ങളെ അവസാനത്തെ ദിവസമാണ്. എന്താണ്? ഒന്നുമില്ല, പത്രസമ്മേളനം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ഒരുപാട് പത്രസമ്മേളനം കണ്ടതാണ്. പത്രസമ്മേളനം വരട്ടെ, നിങ്ങൾക്കെന്താ ബേജാറ്? വന്നോട്ടെ. ഞങ്ങൾ കാത്തിരുന്ന പത്രസമ്മേളനത്തിൽ ഒരു ചുക്കുമില്ല. മലപ്പുറം സമ്മേളനത്തിൽ ഒന്നുമില്ല എന്ന് മാത്രമല്ല, ഞങ്ങളെ ഉസ്താദുമാരെ പറഞ്ഞത് നിങ്ങൾ സമ്മതിച്ചു. ആ പത്രസമ്മേളനത്തിന്റെ തുടക്കം തന്നെ എങ്ങനെയാണെന്നറിയോ? അമ്പലക്കടവൻ വന്നു പത്രക്കാരെടുത്ത്. പത്രസമ്മേളനം നടത്തി പരിചയമല്ലോ. അപ്പൊ ഇയാൾ ആദ്യം തന്നെ നമസ്കാരം. നോമ്പ AP ഉസ്താദ് എത്ര കാലമായി പത്രസമ്മേളനം നടത്തിയിട്ട്? ഇന്ന് വരെ അങ്ങനെ പറഞ്ഞു, നമസ്കാരം. അപ്പൊ ഇവരെ സംസ്കാരം തന്നെ. ഇയാളെ പറഞ്ഞിട്ട് കാര്യം, ഇയാൾ മുജാഹിദിന്റെ സ്ഥാപനത്തിൽ പഠിച്ചാളാ. പത്രസമ്മേളനത്തിന്റെ ആദ്യഭാഗം നിങ്ങളൊന്ന് കണ്ടോ? അയാൾ തുടങ്ങുന്നത് തന്നെ അപകടത്തിലാണ്. അത് ശരിയാവില്ല. തുടക്കം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. വെക്ക് നമസ്കാരം. ഒന്നുകൂടി കാണിക്കാം. നമസ്കാരം. അപ്പോ നമസ്കാരം എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായത് മുഴുവൻ കളവാകാനാണ് സാധ്യത. ഏതായാലും ഇരിക്കട്ടെ, പത്രക്കാരൻ വിചാരിച്ചിട്ടുണ്ട് ഏതോ ഒരു ജീവി തലയെക്കെട്ട് കെട്ടി വന്നിരിക്കുന്നു. എന്നിട്ട് എന്തായിന്നറിയോ? ഇയാൾ പറഞ്ഞു, ഞങ്ങളിതാ ഞെട്ടിപ്പിക്കുന്ന വിവരം ഇവിടെ പുറത്തുവിടാൻ പോവുകയാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരം. ഇയാൾ ഞെട്ടിപ്പിക്കുന്ന വിവരം പറയുന്നത് ആദ്യം അയാൾ പറയുന്നുണ്ട് ഞെട്ടിപ്പിക്കുന്ന വിവരാണ്. അത് നിങ്ങളൊന്ന് കേൾക്കണം. പുതിയ പത്രസമ്മേളനം നടത്തി, പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു. അതിന്റെ ശേഷം വ്യാഴാഴ്ച സമ്മേളനം നടത്തി. അതെല്ലാം ഉൾക്കൊള്ളുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വലിയ വിവരമുണ്ടെന്ന് അയാൾ പറയുന്നത്. അത് അയാളൊന്ന് പറയട്ടെ മോൻ, എന്നിട്ട് നമുക്ക് എന്താ വിവരം നോക്കാം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വളരെ ശാന്തമായും ഈ കഴിഞ്ഞ ജനുവരി മുതൽ വളരെ തീവ്രമായും ചർച്ച നടക്കുകയും വിവാദമായി മാറിക്കഴിയും ചെയ്ത പ്രവാചകരുടേതെന്ന് പറയുന്ന തിരുകേശവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില തെളിവുകൾ കാന്തപുരത്തിന്റെ കൈവശമുള്ള മുടി വ്യാജമാണെന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഞങ്ങൾക്ക് ലഭ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ വിഷയത്തിന് ഒരു തീർപ്പ് കൽപ്പിക്കാനാകും എന്ന് പ്രതീക്ഷിക്കാവുന്ന വിധത്തിലുള്ള വളരെ അത്ഭുതകരവും ഞെട്ടിപ്പിക്കുന്നതുമായ തെളിവുകളാണ് ലഭ്യമായി കഴിഞ്ഞത്. അവൻ രണ്ട് വിശേഷണമുള്ളത്, ഒന്ന് ഞെട്ടിപ്പിക്കും ചെയ്യും, അത്ഭുതകരവുമാണ്. വെറുതെ നുണ പറയാണ്, പച്ച നുണ. ഇതാണിപ്പോ ഏറ്റവും. ഇതെന്തായ അത്ഭുതം ഉണ്ടെന്നറിയും? ഒന്നുമല്ല, ഞങ്ങള് കാന്തപുരം ഉസ്താദിന് മുടി കൊടുത്ത ആളെ കണ്ടെത്തി. അതാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം.
അപ്പൊ നേരത്തെ പറഞ്ഞതൊക്കെ ബാത്തിലായി. ഓൽക്ക് ഞെട്ടിപ്പിക്കാതിരിക്കോ? കാരണം എന്താ, ഇതുവരെ പെണ്ണിന്റെ മുടി, സ്വാമിന്റെ മുടി ഇതെല്ലാം പറഞ്ഞു നടന്ന ആള് അവസാനം ഷെയർ മുബാറക്ക് കൊടുത്ത ആളെ നേരിൽ കാണുകയാണ്. ഞെട്ടാതിരിക്കൂല, ഉറപ്പാൻ ഞെട്ടും. എന്താണ് ഞെട്ടിയ വിവരം? കേട്ടോളൂ. അയാൾ തന്നെ പറയുന്നു, ഇഖ്ബാൽ, മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാല എന്ന് പറയുന്ന ആളെ ഞങ്ങൾ നേരിട്ട് കണ്ടു എന്ന് പത്രസമ്മേളനത്തിൽ പറയുന്നു. അതിനുശേഷം മലപ്പുറത്ത് വെച്ച് ആവർത്തിക്കുന്നു, രണ്ടും കാണിക്കുന്നു. മുസ്ലിമീങ്ങൾ ശ്രദ്ധിച്ചോ, ഞാനത് വ്യക്തമായി തന്നെ കാണിച്ചു തരാം. ഒന്ന് വെക്ക്, അയാൾ പറയട്ടെ ആ ഞെട്ടിപ്പിക്കുന്ന വിവരമല്ലാതെ. കിട്ടിയതിന്റെ പരമ്പര പിന്നോട്ട് പറയാൻ ഒരിക്കലും എന്തുകൊണ്ട് അയാൾ തയ്യാറാകുന്നില്ല എന്ന കാര്യം ഞങ്ങൾ ചിന്തിപ്പിക്കുകയും അവസാനം അദ്ദേഹം പറഞ്ഞിരുന്ന വിവാദത്തിനിടയിൽ ഒന്നാമത്തെ മുടി ഞങ്ങൾക്ക് കൈമാറിയത് മുംബൈയിലെ ഇഖ്ബാൽ ജാലാവാല എന്ന് പറയുന്ന സഹോദരനാണെന്ന്. ഞങ്ങൾ ഇഖ്ബാൽ ജാലിയവാലിനോട് തന്നെ പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ ചില ആളുകളെ പേര് മാറ്റി ജാലാവാലാന്നാക്കി. അദ്ദേഹം ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, പണ്ട് മുതലേ എന്നെ ജാലിയവാല എന്ന് ഞങ്ങളെ ഈ പരമ്പരക്ക് അറിയപ്പെട്ടു പോരുന്നൊരു പേരാണ്. ജാലിയവാല എന്ന് അവിടെ ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് അറിയപ്പെടുന്ന പേരാണ്. എന്നിട്ട് അതും അറിയില്ലയാക്ക്. എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. പറയട്ടെ, ആഹാ, ഞെട്ടിപ്പിക്കുന്ന വിവരം ഒന്ന് കേട്ടിരിക്കാം നമുക്ക്. എവിടെയും കിട്ടിയതിന്റെ പരമ്പര പിന്നോട്ട് പറയാൻ ഒരിക്കലും എന്തുകൊണ്ട് അയാൾ തയ്യാറാകുന്നില്ല എന്ന കാര്യം ഞങ്ങൾ ചിന്തിപ്പിക്കുകയും അവസാനം അദ്ദേഹം പറഞ്ഞിരുന്ന വിവാദത്തിനിടയിൽ ഒന്നാമത്തെ മുടി ഞങ്ങൾക്ക് കൈമാറിയത് മുംബൈയിലെ ഇഖ്ബാൽ ജാലാവാല എന്ന് പറയുന്ന സഹോദരനാണെന്ന്. കാന്തപുരം വിഭാഗം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറയുന്നത് ആദ്യത്തെ മുടി കിട്ടിയ ബോംബെയിലെ ഇഖ്ബാൽ ജാലാവാല എന്ന വ്യക്തികളാണെന്ന്. അങ്ങനെ ഒരു വ്യക്തി ആരാണെന്ന് ഞങ്ങൾ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരുന്നു. അവിടെയുള്ള പ്രദേശവാസികളായ ഹിന്ദി, ഉറുദു സംസാരിക്കുന്ന സുഹൃത്തുക്കളുമായി പല കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് അദ്ദേഹത്തെ കണ്ടെത്തി. ഇഖ്ബാൽ ജാലിയവാലയുമായി നേരിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു, വിശദമായി സംസാരിച്ചപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമായത്. അപ്പെന്തായി? ഒന്ന് ഇഖ്ബാൽ ജാലിയവാലയെ കണ്ടു, അദ്ദേഹമായി സംസാരിച്ചു. ഇപ്പൊ എന്തായി? നമ്മുടെ ഉസ്താദ് അവറുകൾ, ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ, ഉസ്താദ് അവറുകൾ അന്ന് തന്നെ പറഞ്ഞു. ആദ്യം ഷഹർ മുബാറക്ക് കിട്ടിയപ്പോൾ ഉസ്താദ് അവറുകൾ പറഞ്ഞു, ഇതെനിക്ക് തന്നത് അത് മുഹമ്മദ് ഇഖ്ബാൽ ജാലിയവാല എന്ന മഹാനാകുന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കളിയാക്കി. അങ്ങനെ ഒരാളില്ലെന്ന് പറഞ്ഞു, പലതും പറഞ്ഞു. അപ്പറഞ്ഞ നിങ്ങൾ ഉസ്താദിന്റെ മുടിയാണെന്ന് പറഞ്ഞു, ബാർബർ ഷോപ്പിന്റെ മുടിയാണെന്ന് പറഞ്ഞു, അതേ പെണ്ണിന്റെ മുടിയാണെന്ന് പറഞ്ഞു, സ്വാമിന്റെ മുടിയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നു, ബോംബെ നഗരത്തിൽ ജാലിയവാല എന്നറിയപ്പെടുന്ന ഒരു മഹാനുണ്ട്, അയാ മഹാനിൽ നിന്നാണ് കിട്ടിയത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഞങ്ങളെ ഉസ്താദിന് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഉസ്താദ് പറഞ്ഞത് ശരിയാണെന്നും ഇവന്മാർ പറഞ്ഞത് പക്ഷനുണയാണെന്നും ഇതാ ഞങ്ങൾ ഇവിടെ ആവർത്തിക്കുകയാണ്. അപ്പൊ അമ്പലക്കടവിന് ഒരു മറുപടി എന്താണെന്നറിയോ? അത് ഇഖ്ബാൽ ജാലിയവാലക്ക് കിട്ടിയത് അങ്ങനെയൊക്കെ കാര്യം. ഞാൻ ഒരൊറ്റ ചോദ്യം പിന്നെയും ചോദിക്കുന്നത്, ഇഖ്ബാൽ ജാലിയവാലയുടെ അടുത്ത് വന്നിട്ട് ഇത് പെണ്ണിന്റെ മുടിയാണെന്ന് പറയാൻ അമ്പലക്കടവിന് ആണത്തമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണ്. പച്ച നുണ പറയുകയാണ്. ഇരിക്കട്ടെ സഹോദരന്മാർ, ഇനി അത് മലപ്പുറം സമ്മേളനത്തിൽ ആവർത്തിക്കും. ഞാൻ രണ്ടും കൂടി കാണിക്കുന്നില്ല, ഒന്ന് മാത്രമേ അങ്ങനെ കാണിക്കുള്ളൂ. പത്രസമ്മേളനം ഇവിടെ നടന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി. അമ്പലക്കട ഇവിടെ ആവർത്തിക്കുന്ന ആ ഭാഗം ഒന്ന് വെച്ച് കൊടുക്കും. മുഹമ്മദ് ജാലാവാല ഫോൺ നമ്പർ പറഞ്ഞ, അഡ്രസ്സും പറഞ്ഞില്ല, സ്ഥലവും പറഞ്ഞ, മുംബൈ ആണെന്ന് മാത്രമാണ്. മുംബൈ എന്ന് പറഞ്ഞാൽ ലോക. ബോംബെയിലെ ഇഖ്ബാൽ ജാലാവാല മാസങ്ങളായി ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഫضല് കൊണ്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നേരിൽ അവിടെ എത്തിപ്പെടാനും അദ്ദേഹത്തെ കാണാനും മണിക്കൂറുകളോളം ഇരുന്ന് സംസാരിക്കാനും സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ മാത്രമല്ല, ഇതിനൊക്കെ സാക്ഷികളാകാൻ വേണ്ടി കേരളത്തിലെ എല്ലാവരും അംഗീകരിക്കുന്ന പ്രമുഖ പണ്ഡിതനും ഗ്രന്ഥകാരനും കുണ്ടൂർ മർക്കസ് സഖാഫത്തുൽ ഇസ്ലാമിയയുടെ അതിപ്രഗത്ഭനായ പ്രിൻസിപ്പളുമായ പി കെ അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി അവർ ഈ സംഭവത്തിന് സാക്ഷിയാണ്. അതുപോലെ മഹാരാഷ്ട്രയുടെ സമസ്ത കേരള ജംഇയ്യത്തുടെ ഓർഗനൈസറായി ദീർഘകാലം അവിടെ പ്രവർത്തിച്ച ഹജ്ജ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ബഹുമാന്യനായ പി കെ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ അവർ ഇതിന് സാക്ഷിയാണ്. ഇങ്ങനെ പ്രമുഖരായ ആളുകൾക്ക് നേരിട്ട് ചെന്ന് സംസാരിച്ച് ബോധ്യപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ എന്താ പറഞ്ഞത്? ഇവർക്ക് ക്ലിപ്പ് കാണിക്കാനില്ല. കാരണം ക്ലിപ്പൊക്കെ പിടിച്ചു വെച്ചതാണല്ലോ നമ്മളെ എത്താനുള്ളത്.
അപ്പൊ പിന്നെ അതിന് സാക്ഷി പറയാൻ ആരാ സാക്ഷി? മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാല, ആൾ ജാലാവാല എന്നാ പറയുന്നത്, ഞാനത് ഒഴിവാക്കാൻ. ജാലിയാവാല എന്ന് പറയുന്ന ആള് അദ്ദേഹം പിന്നെ ഞങ്ങൾ സംസാരിച്ചു, അതിന് സാക്ഷിയാണ്. കാരണം ഇത് കാണിക്കാനില്ല. ആരാ സാക്ഷി? അത് പി.കെ. അബ്ദുൽ ഗഫൂർ ഖാസിമി. അദ്ദേഹം നമ്മളെ അവരുടെ കുണ്ടൂര് മർക്കസിലെ എന്താ പ്രൊഫസറോ പ്രിൻസിപ്പളോ എന്തോ ഒന്നാണ്. ഇയാൾ ആരാ? ഇയാൾ സാക്ഷിക്ക് പറ്റിയ ആളാ? ഇയാളെ പുസ്തകമാണിത്, മുസ്ലിം സ്ത്രീയും സലഫീവത്തോടും. ഇതിൽ ഈ ഗഫൂർ അൽ ഖാസിമി എന്ന ആൾ പറയുമ്പോൾ ഇവരെ സാക്ഷിന്റെ കഥയാണ്. എന്താ ഇതിൽ പറയുന്നതെന്നറിയോ? സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നത് ഹറാമാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ ശാഫിഈ മദ്ഹബിലെ വലിയ പണ്ഡിതനായ ഇമാം ഇബ്നു ഹജറിന്റെ ഫത്വയെ പോലും വെല്ലുവിളിച്ച ഇയാൾ സാക്ഷിക്ക് പറ്റുമെന്നോ? ആ സാക്ഷിത ഞങ്ങൾ തോട്ടിലേക്ക് വലിച്ചെറിയുകയാണ് കേട്ടോ. ഉണ്ടെങ്കിൽ കൊണ്ടുവാ, അത് ഒളിപ്പിച്ചു വെക്കല്ല. നിങ്ങൾ ആരെയാ പേടിപ്പിക്കുന്നത്? ഇഖ്ബാൽ ജാലിയ അത് പറഞ്ഞതുണ്ട്, ഇത് കൊണ്ടുവാ ഇങ്ങോട്ട്. അതവിടെ അടുക്കളയിൽ വെക്കാനുള്ളതല്ല. ഒരു ക്ലിപ്പ് നിന്റെ കയ്യിലില്ല, ഉണ്ടെങ്കിൽ കൊണ്ടുവാ. ഞങ്ങൾ അപ്പോൾ മറുപടി പറയും കേട്ടോ. എന്തെങ്കിലും പറയല. എന്നിട്ട് ദേഷ്യം പിടിച്ചിട്ട് ഇവിടെ എന്താ പറഞ്ഞെന്നറിയോ? മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാല എന്ന മഹാനെക്കുറിച്ച് പറഞ്ഞത് കേശവൻ എന്നാണ്. നിങ്ങൾ ചിന്തിക്കണം, ബോംബെയിൽ 20ഓളം പള്ളികൾ ഞങ്ങൾ സന്ദർശിച്ചു. അവിടെയുള്ള ഇമാമിങ്ങൾ മുഴുവൻ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ എന്തെങ്കിലും പ്രത്യേക മൗലിദ് ഉണ്ടാകുമ്പോ മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാലയെ കൊണ്ടുവരാറുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഷഅർ മുബാറക്കിൽ നിന്ന് പലരും പല ഷഅർ മുബാറക്കും കിട്ടിയവരും അവിടെയുണ്ട്. ഒരാൾക്ക് പോലും അവിടെ തർക്കമില്ല. എല്ലാവരും അംഗീകരിച്ചു വരുന്നു. എന്ന് മാത്രമല്ല, ഇവര് ചെല്ലുമ്പോ മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാലെ ഇവരും പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ മഹാനാണ്. ഞാനത് കാണിക്കും ഇൻഷാ അല്ലാഹ്. പക്ഷേ ഇവിടെ മലപ്പുറം പരിപാടിയിൽ പറഞ്ഞത് കേശവൻ എന്നാണ്. വിട്ടില്ല, ഹസ്രജിയെയും വിട്ടില്ല. മഹാനായ അഹ്മദ് ഹസ്രജി, അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ, അഹ്മദ് ഹസ്രജിയെ കുറിച്ചും പറഞ്ഞു കേശവനെന്ന്. കണ്ണാടിപ്പറമ്പിന്റെ വാക്കുകളൊന്ന് കേൾപ്പിച്ചു കൊടുക്ക്. ആക്രി കച്ചവടക്കാരൻ എവിടെ എങ്ങനെ വേണമെങ്കിൽ എത്ര ചോദിച്ചാലും കൊടുക്കാവുന്ന മഹാകേശവൻ. അതിങ്ങനെ എത്ര വേണ്ടേ, എത്ര വേണോ ചോദിച്ചാൽ കൊടുക്കാവുന്ന വലിയ കേശവനാണ് എന്ന് പിന്നെ ഞങ്ങൾക്ക് പിന്നെ അവൻ അക്കേശവന്റെ അടുത്ത് നിന്നാണ് മറ്റേ കേശവനും വാങ്ങിച്ചു കൊണ്ടുപോയത്. അങ്ങനെ ഇതാണ് ഈ മുക്കൂട്ടുമുന്നണി എന്ന് പറയുന്നത്. അഹ്മദ് ഹസ്രജി ഒന്ന് അതിങ്ങനെ പോയി അങ്ങനെ കടൽ കടന്ന് വന്നാൽ ശരിയാകുമെന്ന് മനസ്സിലാക്കിയിരിക്കാം. എന്താ പറഞ്ഞത്? കേശവൻ എന്നാണ് പറഞ്ഞത്. ഇവരുടെയൊക്കെ ആക്രിബത്ത് എന്താകുമെന്ന് ശ്രദ്ധിച്ചോ സഹോദരന്മാരെ. എങ്ങനെയായി മുടി കൊടുത്തു എന്നവർക്ക് കൊടുത്തത് എന്താന്ന് ഞാൻ പറയും. കൊടുത്തതിന്റെ അദ്ദേഹം വളരെ സൂക്ഷിച്ചാ കൊടുത്തത്. ഇവരെല്ലാം വിളിച്ചു, അമ്പലക്കടവടക്കമുള്ള എല്ലാവരും. എന്നിട്ട് അദ്ദേഹം ഷഅർ മുബാറക് ഓരോന്നിങ്ങനെ ഇതളായി പൊട്ടിയതും നീണ്ടതുമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹം ഇവരോട് പറഞ്ഞു, ഇതിന്റെ സനദും എല്ലാം ഉണ്ട്. അതിന്റെ പുറമെ ഇത് ഷഅർ മുബാറക്കാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കും കാണിച്ചു തന്നു. ഞങ്ങൾക്ക് ആദ്യം ഒരു ഷഅർ മുബാറക് എടുത്തു. എന്നിട്ട് അദ്ദേഹം അതിൽ അത്ര ഒഴിച്ചിട്ടാണ് അത് സാധാരണ ഉണ്ടാവാറുള്ളത്. അൽഹംദുലില്ലാഹ് അവിടെ പോയപ്പോൾ നമുക്കും അതിന് ഭാഗ്യം ലഭിച്ചു. ഷഅർ മുബാറക്കിൽ അത്ര ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. അപ്പൊ അത്തറുണ്ട് അതിന്റെ മേലിൽ. അദ്ദേഹം അതൊരു ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു. അപ്പൊ ഇങ്ങനെ നേല് കാണുന്നു. അദ്ദേഹം ചോദിച്ചു, നേലില്ലേ? ഉണ്ട്. അത് അത്ര ഒഴിച്ചപ്പോ അത്ര വന്നതുകൊണ്ട് നേല് വന്നതാണ്. എന്നിട്ട് അദ്ദേഹം സംസം വെള്ളത്തിൽ മുക്കിയത് ഒരു ബൾബിന്റെ മുകളിൽ വെച്ചത് മുഴുവനും ഉണക്കി. വെള്ളം പോയി, എല്ലാം പോയി, അത്രം പോയി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇതാ അതേ ബൾബിന്റെ നേരെ വെച്ചിട്ട് അയാൾ ചോദിച്ചു, നേരുണ്ടോ? ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടു, അതിന് നയലില്ല എന്ന് മാത്രമല്ല, ഇത് ഞാൻ അവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കാണിച്ചു കൊടുക്കാതെ ഞാൻ ഒരാൾക്കും ഈ കാലം വരെ ഈ ഷഅർ മുബാറക് നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവർ എന്നിട്ടാണ് അതിന് നിഷേധിച്ചത്? അമ്പലക്കടവിന്റെ കണ്ണുകൊണ്ട് അയാൾ കണ്ടതാണ് നേരില്ല എന്ന്. ഈ മനുഷ്യന്മാർ ആഖിറത്തെ പേടിക്കുന്നവരാണോ? ഇത്ര കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത് വിട്ടിട്ട് ഇവിടെ വന്ന് അസഭ്യം പറയുകയല്ലേ ചെയ്തത് കേശവനെന്ന്? ഇവർ പരലോകത്ത് ഭയപ്പെടുന്നുണ്ടോ മുസ്ലിമീങ്ങളെ? ഈ പരീക്ഷണത്തിന് ഇനിയും അയാൾ തയ്യാറുമാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നമുക്ക് രണ്ടു കൂട്ടർക്കും ഒന്ന് പോകാം. നിങ്ങൾ വരൂ, ഞാൻ ഏറ്റെടുത്താം എല്ലാ കാര്യവും.
അയാൾ വീണ്ടും അത് ചെയ്യാൻ തയ്യാറാണ്. സഹോദരന്മാരെ, രണ്ടും കാണിച്ചു തന്നു. ഞങ്ങളെ കണ്ടുകൊണ്ടത് കണ്ടപ്പോൾ അറിയാതെ കരഞ്ഞുപോയി. നല്ല അത്തറൊടിച്ച് അത്തറിന്റെ മേലിൽ നിൽക്കുന്ന അതിന്റെ മേലെ കാണുന്നു. അത്തറം ഒഴിവാക്കി വെറും മുടിയായി ഷഹർ മുബാറക്കായി വന്നപ്പോൾ അതിന് മേല് കാണുന്നില്ല. ഞങ്ങൾ കണ്ടു, അവരും കണ്ടു, എല്ലാവരും കണ്ടു. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് പറയുന്നു അത് തെറ്റാണ്, ഇതിനൊരു പ്രത്യേകതയുമില്ല. കേശവൻ എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയാം? വേറൊന്നുമില്ല, ആ ക്യാമറ പിടിച്ചതാണ് വലിയ ക്ഷീണായത്. ഇവര് കാര്യമായിട്ട് ഇവിടുന്ന് പോയി. അപ്പൊ സംഗതി എന്താണെന്നറിയോ? ഇവര് ചില്ലറ കുടുംബം എന്നല്ല. നമ്മളെ മുഹമ്മദ് ഇക്ബാൽ ജാലിയാവാലിന്റെ ഒരു മകനുണ്ട്, ഇമ്രാൻ സാഹബ്. ഞങ്ങൾ അദ്ദേഹത്തെ 2 ദിവസം കൊണ്ട് വല്ലാതെ അടുത്ത് പരിചയപ്പെട്ടു. ഇൻഷാ അല്ലാഹ് കേരളത്തിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ്. അത് ഇവർക്ക് അറിഞ്ഞൂടാ. ഇവരെ ഈ രഹസ്യകാര്യങ്ങളൊക്കെ പിടിക്കാൻ പോകുന്ന ആളാണ് മൂപ്പര്. അത് ഇവർക്ക് അറിഞ്ഞൂടല്ലോ. നമ്മൾ ആ ടെഹൽക്ക പിന്നെ ഉണ്ടല്ലോ, അതിന്റെ ഒരു റിപ്പോർട്ടറാണ് ഇയാൾ. പിന്നെ അയാളെ കുറിച്ച് പറയണ്ട. ഇവര് പൊട്ടന്മാരായിട്ട് ഇതൊക്കെ ഇവിടെ വെച്ച് ഇങ്ങനെ പോയതാ. അങ്ങനെ വെച്ച് പോയപ്പോ എന്തുണ്ടായിന്നറിയോ? ഇവർക്ക് മനസ്സിലായി ഇത് പിടിപ്പിക്കാനുള്ള പണിയാണ്. കുറച്ചൊക്കെ ഇവരിങ്ങനെ ശ്രദ്ധിച്ച് അവസാനം പെണ്ണ് വന്നപ്പോ പെണ്ണിന്റെ നേരെ എങ്ങനെയാണ് തിരിച്ച്. അപ്പൊ പിടിച്ചു വെച്ചു, അത് പിടിച്ചു വെച്ചു. എടുക്കുമോനെ ആ പേന ഒന്ന് കാണിച്ചു കൊടുക്ക്. അതാ ഞങ്ങൾക്ക് അവിടുന്ന് കാണിച്ചു തന്നു. സഹോദരന്മാരെ, നിങ്ങൾ കാണണം, അവിടെ തന്നെ നിൽക്കട്ടെ. എന്റെ കയ്യിലേക്ക് മുഹമ്മദ് ഇക്ബാൽ ജാലിയവാല എടുത്തു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതിലാണ് കളവ് നടത്തിയത് കേട്ടോ. ഞാൻ എന്റെ ലാപ്ടോപ്പിലേക്ക് അവര് പിടിച്ച മുഴുവൻ സംഗതിയും അതിലേക്കാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഷഹർ മുബാറക്കിന്റെ കുരുത്തക്കേടാണ്. അമ്പലക്കട 5 റുപ്യാന്റെ വേനല്ലത്. അതേതാ നിങ്ങൾ പിടിച്ചത്? എന്നിട്ട് ഇവരാകപ്പെട്ടു. പിടിച്ചാൽ മാത്രമല്ല എല്ലാവരും പെട്ടു. പെട്ടപ്പോ പറഞ്ഞു, കരഞ്ഞു, അവര് കരഞ്ഞു. അവസാനം മാപ്പെഴുതി കൊടുത്തു. എടുക്കുമോനെ മാപ്പെഴുതി കൊടുത്തത് ഞങ്ങളെ കയ്യിലില്ല. ഇതൊക്കെ ഇത് ആരോടാ കളി? ഞാൻ വേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കാന്തപുരത്തിന്റെ മക്കളോട് കളിച്ചാൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും കേട്ടോ. എടുത്തെടുത്ത് ഞങ്ങൾ ഓരോന്നും കാണിച്ചു തരാം. കൊണ്ടുപോവാ. കണ്ടോ? അത് കാണിച്ചു തരാം. അവര് ഉറുദു ഭാഷയിൽ അവിടുത്തെ നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, അവരെഴുതിക്കൊടുത്ത മാപ്പാണിത്. ഞങ്ങൾക്ക് എഴുതിക്കുന്നു എന്നും ഇത് പറ്റിപ്പോയതാണ് എന്നും ഇനി അത് ചെയ്യൂല എന്നും മഹാനായ ഇക്ബാൽ ജാലിയവാലയ്ക്ക് മുന്നിൽ ഞങ്ങൾ അടിയറവ് പറയുന്നു എന്ന് എഴുതിക്കൊടുത്താൽ അപ്പയാണ് എനിക്ക് കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആ ഓർമ്മ വന്നത്. അല്ലാഹുവേ, സമസ്തയെ മുഖം കെടുത്തണേ എന്ന് മഹാനായ ബോംബെയിൽ പോയിട്ട് വരെ ഒരു പെണ്ണിനെ പിടിച്ച് പെട്ടെങ്കിൽ നിങ്ങളെക്കാൾ മുഖം കെട്ടവരാരാണ് സഹോദരന്മാരെ? പറയൂ. നിങ്ങൾ വരുന്നേ ഉള്ളൂ. അതിന്റെ ഉള്ളിലുള്ളത് മുഴുവനും ഞാൻ ഇപ്പൊ കുറച്ചേ കാണിക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് കൊണ്ടുപോവാൻ നിങ്ങള്, ബാക്കി ഞങ്ങൾ മുഴുവൻ ഇവിടെ കാണിച്ചു തരാം. എന്നിട്ടിരിക്കട്ടെ, എന്താണ് ഇപ്പൊ സഹോദരന്മാരെ അതിനുള്ളത് ഞാൻ പിന്നെ കാണിക്കും. വരട്ടെ. ഇനി ഇവർ കണ്ടുപിടിച്ച ആ നിഗമനം അതെന്താന്ന് കണ്ടോളൂ. എന്താണ് ഇക്ബാൽ ജാലിയവാലയിൽ നിന്ന് അവർ കണ്ടെത്തി എന്ന് പറഞ്ഞ സംഗതി അവിടുന്ന് എടുത്തിട്ട് കൊടുക്ക്. വിശദമായി സംസാരിച്ചപ്പോഴാണ് ഈ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമായത്. പ്രധാനമായ വിഷയം, കാന്തപുരത്ത് 2005 മുടി കൊടുത്തത് ഈ ഇക്ബാൽ ജാലിയവാലയാണ്. അതേ ഇക്ബാൽ ജാലിയവാല തന്നെയാണ് കാന്തപുരത്തിന് പിന്നീട് ഈ ജനുവരി 1 കൈമാറിയ അറബ് സഹോദരന് മുടി കൊടുത്തത് എന്നതാണ് ആ ഞെട്ടിപ്പിക്കുന്ന വിവരം. അറബിയുടെ ഏത് ആളുകളും ഇന്നുവരെ വിശ്വസിച്ചത് അറബിയുടെ കൈവശമുള്ള മുടി ഏതോ അറബ് കുടുംബത്തിലുള്ള പരമ്പരയായി കൈമാറി പോന്നതായിരിക്കാമെന്നാണ്. എന്നാൽ വളരെ വ്യക്തമായി ഇക്ബാൽ ജാലിയവാല പറയുന്നു, ഈ വിവാദങ്ങളൊന്നും അദ്ദേഹം അറിയില്ല എന്ന് സംസാരിക്കുമ്പോൾ പലർക്കും ഞാൻ ഇവിടുന്ന് മുടി കൊടുത്തിട്ടുണ്ട്, അറബികൾക്കും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ കൂട്ടത്തിൽ അബുദാബിയിലെ ഹസ്രജി എനിക്ക് ആപ്ലിക്കേഷൻ തരികയും അദ്ദേഹത്തിന് ഞാൻ 2007 ഈ അറബ് സഹോദരന്റെ ആപ്ലിക്കേഷൻ അദ്ദേഹത്തിന്റെ ഫയലിൽ കിടക്കുന്നുണ്ട്. എനിക്ക് അവിടെ ഉള്ള മുടികൾ തരണം. മുടി മാത്രമല്ല 7 സ്ഥാപനങ്ങൾ അദ്ദേഹം എണ്ണി പറയുന്നുണ്ട് പ്രത്യേകമായി.
ഞാൻ ലോകത്തുള്ള പ്രവാചകരുടെ തിരുശേഷിപ്പുകൾ സംഘടിപ്പിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായി നിങ്ങളുടെ കൈവശത്തുണ്ടെന്ന് അറിയാൻ സാധിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ കൈവശമുള്ള എല്ലാ സാധനങ്ങളും, പ്രത്യേകിച്ച് താഴെ പറയുന്ന 7 സാധനങ്ങൾ തരണമെന്ന് അറബിയിൽ അദ്ദേഹം സുന്ദരമായി എഴുതി അപ്ലിക്കേഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ശ്രദ്ധേയമായ വിഷയം, 2005 കാന്തപുരത്തിന് മുടി കിട്ടുന്നത്. 2007 ഖസ്റജി അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ന്യായമായും നമ്മൾ അനുമാനിക്കുന്നു ഖസ്റജി എന്ന അറബ് സഹോദരന് പുരാവസ്തുക്കൾ ശേഖരിക്കാനുള്ള താല്പര്യം ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തെ ഈ ഇഖ്ബാൽ ജാലവാലയുമായി കണക്ട് ചെയ്ത് ഈ മുടി ഇവിടെ നിന്ന് അദ്ദേഹത്തിനെ കൊണ്ട് കൊണ്ടുപോയിപ്പിച്ച് 3 വർഷം കഴിഞ്ഞ് അത് വൈറ്റാക്കി, ഇപ്പൊ ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കുന്ന പോലെ അവിടുന്ന് ഒരു അറബി വഴിക്ക് വന്ന മുടി എന്ന നിലയിൽ ഈ കഴിഞ്ഞ ജനുവരിയിൽ അദ്ദേഹം ഇവിടെ കൊണ്ടുവരുത്തുന്നതിൽ അതിസമർത്ഥമായ ഒരു ഇടനിലക്കാരനായി അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് അനുമാനിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. അതാണ് ഇപ്പൊ ഞെട്ടിപ്പിക്കുന്ന വലിയ വിവരം. അത് 100% കളവുകൾ. എന്താ പറഞ്ഞത്? 3 കളവുകളാണ് അവിടെ പറഞ്ഞത്. ഓരോന്നും നിങ്ങൾ എണ്ണിക്കോ. ഒന്ന്, 2005 മർക്കസിൽ ആദ്യം മുടിയെത്തിയത്. ഓ മുസ്ലിയാരെ, 2004 മർക്കസിൽ ഷാർ മുബാറക് ഉണ്ട് കേട്ടോ, ഉണ്ട്. കാരണം എന്താ? 2004 SYSന്റെ സമ്മേളനം നടക്കുന്നത്. SYSന്റെ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്കി അവിടുന്ന് വന്നു. മക്കയിൽ നിന്ന് അദ്ദേഹം ഷാർ മുബാറക് ചുംബനം ചെയ്യുകയും ഷാർ മുബാറക്കിനെ മർക്കസിന്റെ ആ സൂക്ഷിപ്പിക്കുന്ന സ്ഥലത്ത് പോയി കണ്ട് അവിടുന്ന് അതുകൊണ്ട് ബറക്കത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സനദ് യോജിച്ചിട്ടില്ല. ആ മുഹമ്മദ് മാലിക്കി ഇവിടെ വന്ന് 2004 അന്നും മർക്കസിൽ ഷാർ മുബാറക് ഉണ്ട്. അപ്പൊ അത് കളവ്. പിന്നെ പറഞ്ഞതെന്താ? 2007 ഖസ്റജിക്ക് മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാല മുടി കൊടുത്തു. ഉറപ്പാണോ? 2007 കൊടുത്തോ ഖസ്റജിക്ക്? ഒരു സംശയമില്ലല്ലോ. ഇതെന്താ സാധനം? ഇത് നിങ്ങളുടെ സെക്രട്ടറിയുടെ ലേഖനമാണ്. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ മുടിയിൽ വഞ്ചിതരാകരുത്. മലപ്പുറത്ത് സമ്മേളനം നടത്തിയപ്പോ ചെറുശ്ശേരിനെ കാണാനില്ല. മൂപ്പരെല്ലോടത്തും ഉണ്ടാകുന്ന ആളാണ്. അപ്പൊ നമ്മളൊരു കുട്ടി വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാനിപ്പോ അതിനൊന്നും പോകലില്ല എന്നാണ്. അപ്പൊ മൂപ്പർക്ക് മനസ്സിലായി ഇനിയിപ്പോ അത് പോകാൻ പറ്റൂല. പിന്നെ കാളമ്പാടി ഉസ്താദിന് ദൂരെ നിന്ന് യാത്ര ചെയ്യേണ്ടത് കൊണ്ട് തൽക്കാലം വന്നതുമില്ല. കാളമ്പാടി ഉസ്താദിനെ മലപ്പുറത്ത് നിന്ന് വരാനേ ആയിരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇതിൽ പറഞ്ഞതെന്താണെന്നറിയോ? 2009 വരെ ഖസ്റജിയുടെ കയ്യിൽ എന്തില്ല? ഷാർ മുബാറക് ഇല്ല എന്നാണ്. ഇപ്പൊ പറയുന്നത് 2007 എത്തിനാണ്. ഇൻഷാ അല്ലാഹ് അതിവിടെ വെച്ച് പറയുന്നതും നമ്മുടെ പെൻ ക്യാമറയിലെ വിവരവുമൊക്കെ മഗ്രിബിന് ശേഷം പറയും. നിങ്ങൾ നിസ്കരിച്ച് വേഗം വരിക. ഇവർ ഈ കളി തുടർന്നാൽ SKSSFനെയും അപ്പുറത്തുണ്ട് എന്ന് പറയുന്ന സമസ്തയെയും ഞങ്ങൾ മണ്ണിന്റെ താഴേക്ക് കുടിച്ചു മൂടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബാക്കി ഇൻഷാ അല്ലാഹ് മഗ്രിബിന് ശേഷം. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സഹോദരന്മാരെ, ഉള്ള സ്ഥലം ഉപയോഗപ്പെടുത്തി പരമാവധി സഹകരിക്കുക. നമുക്കറിയാം ഈ സമയത്ത് ഒരു വലിയ സമ്മേളനം വെച്ചാലും ആളുകളെ ഉൾക്കൊള്ളാൻ മാത്രം നമുക്ക് കഴിയില്ല. അത്രയും ആളുകൾ സത്യമറിയാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഇസ്സത്ത് എന്നെന്നും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ നേതാക്കൾക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. നമ്മുടെ ഈ വേദിയിൽ തന്നെ ധാരാളം സയ്യിദന്മാരുണ്ട്. ഞാൻ ഓരോരുത്തരെയും എടുത്തു പറയുന്നില്ല. എല്ലാ ആളുകളും, പ്രത്യേകിച്ച് നമ്മളെ ബഹാവുദ്ദീൻ മൗലവിയുടെ സഹോദരനുണ്ട്, അങ്ങനെ പല ആളുകളുമുണ്ട്. ഞാനിപ്പോൾ അത് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ആവശ്യമായ സമയത്ത് എല്ലാവരും ഇടപെടും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാം പറഞ്ഞെത്തിയ വിഷയം അവിടെ തന്നെ തുടങ്ങുന്നു. ഞെട്ടിപ്പിക്കുന്ന വിവരം അതാണല്ലോ ഞാൻ അവസാനമായി പറഞ്ഞു. നമ്മുടെ മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാല, നേരത്തെ നമ്മൾ അമ്പലക്കളവ് പറഞ്ഞല്ലോ. ഞെട്ടിപ്പിക്കുന്ന വിവരം 2005 ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് മുടി നൽകിയത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു കളവ്. പിന്നെ പറഞ്ഞു 2007 ഖസ്റജിക്ക് മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാല ഷഹർ മുബാറക് നൽകിയത്. പക്ഷേ ഇവരുടെ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നേരത്തെ എഴുതിയത് 2009 വരെ ഒരു ഷഹറും ഒരു മുടിയും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇപ്പോൾ ഇതാ
അമ്പലക്കടവ് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്നു, ഞങ്ങൾ സെക്രട്ടറി പറഞ്ഞത് തെറ്റാണ്, 2007 മുതൽ തന്നെ അവിടെ ഷഹർ മുബാറക് ഉണ്ട് എന്ന് പരസ്പരം വൈരുദ്ധ്യങ്ങളായ രണ്ട് ആശയങ്ങൾ. അത് സംബന്ധമായി ഈ കഴിഞ്ഞ മലപ്പുറത്തെ സമ്മേളനത്തിൽ കണ്ണാടിപ്പറമ്പ് ഫൈസി പറയുന്ന ചില വാക്കുകൾ ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിക്കുന്നു. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ സത്യം വ്യക്തമായി പറയും. എടുക്കുമോനെ കേട്ടോളൂ. അതിന് വേണ്ടി സമർപ്പിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത്രയും അതിശയകരമായ ഒരു സാധനം ഉണ്ടായിട്ട് 1-2 മുടികൾ മാത്രമുള്ള സ്ഥലങ്ങൾ എന്തിനു പറഞ്ഞു? അദ്ദേഹത്തിന്റെ കയ്യിൽ ആ സമയത്ത് മുടിയില്ല എന്നതുകൊണ്ടാണ്. ഇപ്പം മുസാബറ മറുപടി പറഞ്ഞിട്ടുണ്ട്. മുസാബറ പറഞ്ഞ മറുപടി എന്ന് വെച്ചാൽ 2007-ലും 2009-ലും ഇല്ല എന്ന് പറഞ്ഞ മുടി. ഇതിന്റെ സാഹചര്യം ഞാനൊന്ന് പറയാം. നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ കഴിഞ്ഞ മുശാവറ യോഗത്തിൽ പറഞ്ഞിരുന്നു, 2009 വരെ മുടിയില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ 2007-ലുണ്ട് എന്ന് പറഞ്ഞതോടെ അവരെ വാചകം തെറ്റാണെന്ന് നമ്മുടെ മുശാവറ പറഞ്ഞു. അതിനെ ഇയാൾ പരിഹസിക്കുകയാണ്. കേട്ടോളൂ. അത് 2009 വരെയില്ല എന്ന് പറഞ്ഞ മുടി പിന്നെ 2007 ഉണ്ട് ഇപ്പം പറയുന്നുണ്ടല്ല. എന്നാ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇപ്പൂ ഇല്ല. ആരാ ഇപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞത്? ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. 2007-ലുമില്ല, 2009-ലുമില്ല, 2011-ലുമില്ല. ഷഹർ മുബാറക്കിൽ ഞങ്ങൾ പറഞ്ഞോ? ആ അപേക്ഷന്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലാണ്ട് ഷഹർ മുബാറക്ക് 2007 ഉണ്ട് എന്നല്ല പറഞ്ഞു. ഒരിക്കലും ഇല്ല, ഉണ്ടായിട്ടില്ല. ഷഹർ മുബാറക്കിന്റെ ഒരു മുസാവറ അതിന് മാത്രം തരം താഴാൻ പാടില്ലായിരുന്നു. അപ്പൊ ഞാൻ പറയാം, അപ്പോ ഇയാള് കെടുന്ന് വയലാണ്. അയാളെ വിശദീകരിച്ചത് കേട്ടോ നിങ്ങൾക്ക്? വലിയ പറഞ്ഞ് വൈരുദ്ധ്യമായി. കാരണം നേരത്തെ പറഞ്ഞു 2009 വരെ ഒരു ഷെയറുമില്ല, ഒരു മുടിയുമില്ല. ഇപ്പൊ പറഞ്ഞു 2007-ലുണ്ട്. അപ്പൊ എന്തായാലും 2009-ന്റെ മുന്നാണല്ലോ. ഇത് നമ്മുടെ മുശാവറ ചൂണ്ടിക്കാണിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞത് 2007-ലോ 2009-ലോ ഷഹർ മുബാറക് ഇല്ലാന്നാണ്. അത് ഇപ്പോഴില്ല, അല്ലാതെ ഒരു മുടിയുമില്ല എന്നല്ല പറഞ്ഞത്, ഷഹർ മുബാറക് ഇല്ല എന്നാണ്. എന്നാൽ അതാണോ പറഞ്ഞത്? ഇത് ഞാൻ നേരത്തെ വായിച്ച ദേശാഭിമാനി പത്രം. ദേശാഭിമാനി ലേഖനം വന്നാൽ അരിവാൾ സുന്നി എന്ന് വിളിച്ചിരുന്നു പണ്ട് കാലത്ത്. ഇപ്പോൾ അരിവാൾ ചെറുശ്ശേരി എന്ന് വിളിക്കണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ വിളിക്കലായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാൾ പ്രബോധനത്തിൽ, വേറൊരാൾ ദേശാഭിമാനിയിൽ, ഇനി എവിടെയെല്ലാം എന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ ബാക്കി പറയും. ഇതിലെന്താ പറഞ്ഞത്? 2007-ൽ ഷഹർ മുബാറക്കില്ല എന്നല്ല. കേട്ടോ, സ്വന്തം സെക്രട്ടറി പറഞ്ഞത് 2009 വരെ. കേട്ടോ, 2009. അഹമ്മദ് വശമോ ആ രാജ്യത്ത് എവിടെയെങ്കിലുമോ മുടിക്കെട്ടുകൾ പോയിട്ട് ഒരു മുടിനാര് പോലും സൂക്ഷിക്കപ്പെട്ടിരുന്നില്ല. ഷഹർ മുബാറക്ക് ഇല്ല എന്നല്ല പറഞ്ഞത്, ഒരു മുടിയുമില്ല എന്നാ പറയുന്നത്. അമ്പലക്കടവ് പറഞ്ഞത് 2007-ൽ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഇനി നിങ്ങളൊന്ന് തീരുമാനിക്കൂ ഏതാണ് സത്യമെന്ന്. പിന്നെ അപ്പോ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ മറന്നുപോയോ? എന്താണിപ്പത്? ഒന്ന്, ജാലിയാവാലനെ കണ്ടു, ജാലാവാലനെ. 2, ജാലിയാവാല പറഞ്ഞ് ഞാൻ ഷെയ്ഖ് അബൂബക്കറിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞു 2007-ൽ അഹമ്മദ് ഖസ്റജിയും ഇവിടുന്ന് ഒരു ഷെയർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇവരിങ്ങനെ കണക്ക് കൂട്ടി, അപ്പൊ 2007-ൽ കൊണ്ടുപോയിട്ടുണ്ടല്ലോ, ആ ഷെയർ തന്നെയാകും, ഷെയർ മുബാറക്ക് തന്നെയാകും ഇപ്പോൾ 2011-ൽ കാന്തപുരം ഉസ്താദിന് നൽകിയത് എന്ന് ഇവരുടെ അനുമാനം. പക്ഷെ അപ്പോഴും ഇവർ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് പൊളിഞ്ഞു. കാരണം എന്താ? ഖസ്റജിയുടെ കൈവശം മുടിക്കെട്ടുകൾ തന്നെയുണ്ട് എന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ തന്നെ പറയുമ്പോ അഹമ്മദ് ഖസ്റജിക്ക് ഇഖ്ബാൽ ജാലിയവാല കൊടുത്ത മുടിക്കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ കെട്ടെവിടെ പോയി? എവിടെ പോയി? നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ വൈരുദ്ധ്യം പറയുന്നത് നിങ്ങൾ തന്നെ അറിയുന്നില്ല. അള്ളാഹു നിങ്ങൾക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ. ഹിദായത്ത് നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു തആല നമ്മെ അതിൽ നിന്ന്, അവരുടെ ശർറിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബോംബെയിൽ ചെന്നപ്പോൾ ഒരു മഹാൻ പറഞ്ഞത്, അമ്പലക്കടവ് പോകുന്ന സ്വർഗത്തിൽ അള്ളാഹു എന്നെ കടത്താതിരിക്കട്ടെ എന്നാണ്.
അതാണ്. കാരണം അമ്പലക്കട വേണ്ടെങ്കിൽ ഞാൻ ആ സ്വർഗത്തേക്ക് തരാണ്. ഈ രൂപത്തിലേക്ക് അവർ കേരളത്തെക്കുറിച്ചൊക്കെ നല്ല രൂപത്തിൽ മനസ്സിലാക്കിയിരുന്നു. ഇത് പറഞ്ഞപ്പോ അവർക്കൊക്കെ അജബ്. സുബ്ഹാനല്ലാഹ്, 20ഓളം പള്ളികളിൽ ഞങ്ങൾ എല്ലാ റബീഉൽ വെള്ളം കുടിക്കുന്ന ഈ ഇഖ്ബാൽ ജാലിയവാല പരമ്പരാഗതമായി തന്ന ഈ ഷഹർ മുബാറക്ക് നിങ്ങളെ കേരളത്തിലുള്ള ചില ആളുകൾ ചോദ്യം ചെയ്തു വന്നു. അവർക്ക് വലിയ അത്ഭുതം. എന്നിട്ട് ഇയാളെ കഥയുണ്ടാക്കി. എന്താ കഥ എന്നറിയോ? അപ്പൊ കാന്തപുരം ഒരു ഇടനിലക്കാരനായിട്ടുണ്ടാകും. എന്നിട്ട് ഖസ്റജിയെ ഇഖ്ബാൽ ജാലിയവാലയോട് ബന്ധപ്പെടുത്തി ഇടനിലക്കാരനായി കൊണ്ടുപോയി അതുതന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ഇയാൾ അനുമാനിക്കുന്നു. അപ്പൊ പത്രക്കാരന്റെ ഒരു ചോദ്യം, നേരത്തെ പറഞ്ഞ പോലെ പത്രക്കാർ പൊട്ടന്മാരല്ലല്ലോ. അവർ ചോദിച്ചു, അല്ല, നിങ്ങൾ പറഞ്ഞത് ഇഖ്ബാൽ ജാലിയവാലയെ തന്നെയാണ് ഇങ്ങോട്ട് കൊടുക്കുന്നതല്ലേ? അങ്ങനെ ആകണമെന്നുണ്ടോ? അതിപ്പോ ഷഹർ മുബാറക്ക് ഈ ഖസ്റജി എന്ന് പറഞ്ഞാൽ ആരാ? എല്ലാ ആസാറുകളെയും ശേഖരിക്കുന്ന ആളാണ്. എവിടെയൊക്കെ ആസാറുണ്ട്, തിരുശേഷിപ്പുണ്ട് എന്ന് പറഞ്ഞാലും അവിടെ പോയി അത് സ്വീകരിച്ച് ബറക്കത്തെടുക്കുന്ന ആളാണ് ഖസ്റജി. അപ്പൊ ലോകം മുഴുവനും അന്വേഷിക്കുന്നതിന്റെ ഇടയിൽ ഒന്നോ രണ്ടോ ഷഹർ മുഹമ്മദ് ഇഖ്ബാൽ ജാലിയവാലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നതെന്നതിന് എന്ത് തെളിവാണുള്ളത്? നീ അതായതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല, കളവ് പറയാൻ പാടില്ലല്ലോ. ഇത് ചോദിച്ചപ്പോ ഇദ്ദേഹം പറയുന്നു, അത് ഞങ്ങള് അസ്റാറു ആസാറിൻ നബവിയ്യ എന്നൊരു കിതാബുണ്ട്, അതിലില്ലാത്തതുകൊണ്ടാണ്. കേട്ടോളൂ, ആ ചോദ്യവും ആ ഉത്തരവും പത്രസമ്മേളനത്തിൽ നിങ്ങളെ കേൾപ്പിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് നമ്മളെ പരിപാടിക്ക് പിരിവ് വേണമെന്ന് നിങ്ങൾക്ക് അറിയാലോ. നമുക്കേതായാലും വെള്ളം വിറ്റ് 50,000 വാങ്ങാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല പിരിവ് സംഭാവനയൊക്കെ കൊടുക്കത് കേൾക്കാം. പത്രക്കാരൻ ചോദിക്കുന്നുണ്ട്, അത് വേറെ നിങ്ങൾ കൊണ്ടുവന്നതായിക്കൂടെ? അതിപ്പോ ഇതിനെന്താ നിങ്ങൾക്ക് ഉറപ്പ്? അപ്പൊ അയാൾ ഇങ്ങനെ കിടന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടോളൂ. അതെ, അതെ. പിന്നെ ഈ ഇഖ്ബാൽ ജാലവാല കൊടുത്ത മുടിയല്ലാതെ വേറെ മുടിയും അഹമ്മദ് ഖസ്റജിന്റെ അടുക്കൽ നിന്ന് സ്ഥിരീകരിക്കപ്പെടണം. കാരണം എത്ര സുലഭമായി ലോകത്ത് കിട്ടുന്ന കാര്യമില്ല, അത് ഉറപ്പ സുനിശ്ചിതമാണ്. കാരണം ലോകത്ത് പ്രവാചകരുടെ മുടി സൂക്ഷിക്കപ്പെടുന്ന കേന്ദ്രങ്ങൾ ഫിക്സഡ് ആണ്, അതാർക്കും അറിയാം. അതിനെ സംബന്ധിച്ച് നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ ഈ പറയപ്പെടുന്ന അഹമ്മദ് ഖസ്റജി തന്നെ പ്രവാചകരുടെ തിരുശേഷിപ്പുകൾ തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പോലും ഈ മുടിയില്ല. കാരണം അത് ലോകത്ത് അറിയപ്പെട്ട ഫേമസ് സ്ഥലങ്ങളിലാണ് ആ മുടി പാവനമായി സൂക്ഷിച്ചു വരികയാണ്. ഇത് ഈ ആള് കൊടുത്തതല്ല, വേറെ ഒരു മുടിയല്ല ഖസ്റജി കൊടുത്തത് എന്നതിന്റെ തെളിവെന്താ? അസ്റാറു ആസാറിൻ നബവി എന്ന കിതാബിലില്ല. അതൊക്കെ മറുപടി പറഞ്ഞ് നിങ്ങളെന്നെ ഒഴിവാക്കിയതാ. ആദ്യം വന്നിട്ട് പറഞ്ഞു, ദാ അഹമ്മദ് ഖസ്റജി എഴുതിയ കിതാബ്. പാവം ബാലുശ്ശേരി ബൽദ് കേട്ടത് മൂപ്പരും പറഞ്ഞു അഹമ്മദ് ഖസ്റജിയുടെ രചന എന്നൊക്കെയാണ് പറഞ്ഞുപോയി. അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവര് പറഞ്ഞതാ മൂപ്പർ കേട്ടത്. ഏതായാലും പിന്നെ ഞങ്ങളത് പിടിച്ചു. അഹമ്മദ് ഖസ്റജിന്റെ കിതാബല്ല, ലബനാനിലെ ഒരു പണ്ഡിതൻ എഴുതിയതാണ്. ഇത് കൃത്യമായി ബോധ്യപ്പെടുത്തി. ഇനിയും പഴകിപ്പിടിച്ച ആരോപണങ്ങളാണോ നിങ്ങളുടെ തെളിവ്? ഇത് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ആ കിതാബ് എല്ലാ ആധാറുകളും പറയുന്ന കിതാബല്ല. ആധാറുകൾ ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്, എല്ലാം കൃത്യമായി മനസ്സിലാക്കണം. പത്രക്കാരൻ പിന്നെയും ചോദിച്ചു, അല്ല ഉസ്താദെ, ഒരു നിഗമനം പറയാൻ പത്രസമ്മേളനം വിളിക്കണ്ടല്ലോ. കാന്തപുരം ഉസ്താദിന് ഖസ്റജി നൽകിയത് ഇഖ്ബാൽ ജാലിയവാല നൽകിയത് തന്നെയാണ് എന്നതിനെന്താ തെളിവ്? അപ്പൊ യഥാർത്ഥത്തിൽ അമ്പലക്കടവ് സത്യം പറഞ്ഞു. അതെന്താണെന്നറിയോ? അത് ഞങ്ങൾക്കൊരു തെളിവൊന്നും അതിനില്ല. പത്രസമ്മേളനത്തിൽ പറഞ്ഞതാ. അതിന് യഥാർത്ഥത്തിൽ ഖണ്ഡിതമായ തെളിവ് ഞങ്ങളെ കയ്യിലില്ല. പിന്നെയോ അത് ഞങ്ങളെങ്ങനെ അനുമാനിക്കുകയാണ്. ഇതാണോ ഞെട്ടിപ്പിക്കുന്ന വിവരം? കേൾപ്പിച്ചു തരാ നിങ്ങൾക്ക്, കേട്ടോ. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ ദന്നി ഇന്ന ബഅദൽ ദന്നി ഇസ്ം. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. വേണ്ടാത്ത വിചാരങ്ങളും നിഗമനങ്ങളും പറയാനുള്ളതല്ല ദീനുൽ ഇസ്ലാം. കണ്ടോ നിങ്ങൾ? ഇയാളോട് ശരിക്ക് ചോദിച്ചു, തെളിവുണ്ടോ? അമ്പലക്കടവ് തുറന്നു പറയുന്നു, അങ്ങനെ ഒരു തെളിവ് നമ്മുടെ കയ്യിലില്ല. നോക്ക്. മറ്റൊന്ന്, 2005 കാന്തപുരത്തിന് ഇഖ്ബാൽ ജാലവാല കാന്തപുരം പറയുന്നുണ്ട്. 2007 ഈ അന്വേഷണം പോകുന്നത്. പിന്നെ അതിന് ശേഷം ആ ഖസ്റജിയാണ് കാന്തപുരത്തിന് മുടി കൊടുക്കുന്നത്. അപ്പൊ കാന്തപുരത്തിനാണ് കൊടുക്കുന്നത്. 5 കൊല്ലക്കാരായി അടുത്തറിയുന്നതുകൊണ്ട് ലോക സമർത്ഥന അദ്ദേഹം, അതുകൊണ്ടുള്ള അനുഗ്രഹം കൂടിയാണ്. അല്ല കറക്റ്റ് തെളിവുകളെ കാര്യമല്ല. ഓക്കെ, അതുണ്ടാക്കണം. എങ്ങനെ
കറക്റ്റ് തെളിവ് ഞങ്ങൾ ആ ഭാഗം ഒന്നുകൂടി കേൾപ്പിക്ക്. ലാസ്റ്റ് ഭാഗം ഞങ്ങൾ അനുമാനമാണ്, കറക്റ്റ് തെളിവ് ഞങ്ങളെ കയ്യിലില്ല. അപ്പൊ ഞെട്ടിപ്പിക്കുന്ന വിവരത്തിന് തന്നെ തെളിവില്ല, അതിന്റെ കാറ്റ് പോയിരിക്കുന്നു എന്നാണ് എന്റെ അർത്ഥം. അതെന്തായി സഹോദരന്മാരെ? അനുമാനത്തിന് മാത്രമേ ഇവർക്ക് വകുപ്പുള്ളൂ, യഥാർത്ഥത്തിൽ തെളിവില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, തെളിവില്ലാത്തത് പറയാനാണോ നിങ്ങൾ പത്രസമ്മേളനം നടത്തിയത്? പറയരുത് നിങ്ങൾ മറുപടി. തെളിവില്ലാത്തത് പറയാനാണോ മലപ്പുറത്ത് സമ്മേളനം നടത്തിയത്? എന്റെ ഒരൊറ്റ ചോദ്യമുണ്ട്, ഒരു വെല്ലുവിളിയുണ്ട്. ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഘടിത സുന്നി അല്ലെങ്കിൽ നവബിദഈ അല്ലെങ്കിൽ എസ്കക്കാരൻ, എന്റെ ചോദ്യം എന്താണെന്നറിയോ? കാന്തപുരം ഉസ്താദാണ് മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാല എന്ന മഹാനെ ഹസ്റജിക്ക് പരിചയപ്പെടുത്തിയത് എന്നും ഇടനിലക്കാരനായി കാന്തപുരം പ്രവർത്തിച്ചു എന്നും പറഞ്ഞല്ലോ. അതിന്റെ തെളിവ് കൊണ്ടുവരാൻ ലോകത്തുള്ള സകല എസ്കക്കാരെയും ഞങ്ങളിതാ വെല്ലുവിളിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. വെള്ളം ചേർക്കാത്ത നുണയാണത്. ഇവരൊക്കെ വേണ്ടി നല്ല എൻഡോസൾഫാൻ വെള്ളം ചേർക്കാതെ ഒഴിച്ചു കൊടുക്കും. പച്ച നുണ വെറുതെ കൊണ്ടുവരാം. ഈ നാളത്തേക്ക് കത്തിരിക്കണ്ട. നുണ മാത്രമാണത്. ഇടനിലക്കാരനായി പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു ജാലിയാവാലുള്ള വിവരം ഹസ്റജിയോട് കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടില്ല. ഹസ്റജി എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവരൊക്കെ പറയുന്നതാരോ മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാല ചില്ലറ ആളൊന്നുമല്ലാന്നാ. കാരണം ഹസ്റജി പിന്നെ ഇവരെന്നെ പറയുന്നുണ്ട് ബൈറൂത്ത് നിന്നൊക്കെ വന്ന് മുടി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ആരാപ്പോ ഇഖ്ബാൽ ജാലിയാവാലയൊക്കെ? ഏത് താഴ്ന്ന പണി ഈ ചങ്ങാതിമാര് ചെയ്യും. അതാ ഞാൻ പറയാൻ കാരണം. എന്റെ അടുക്ക് ഇഖ്ബാൽ ജാലിയവാലിനെ മോശാക്കണം. അപ്പൊ പത്രസമ്മേളനം ഇങ്ങനെ നടക്കുകയാണല്ലോ. അപ്പൊ ഒരു ചങ്ങാതി ചോദിക്കുകയാണ്, പത്രസമ്മേളനത്തിൽ മെല്ലെ ചോദിക്കുകയാണ്, ഞമ്മക്ക് ആ ഇഖ്ബാൽ ജാലിയ ഷിയാന്നാണ് പറഞ്ഞാലോ? അപ്പൊ അമ്പലക്കട ബോധ്യപ്പെടാതെ എങ്ങനെ പറയാ? ഇതുവരെ പറഞ്ഞവർക്ക് ബോധ്യപ്പെട്ടതാ? അല്ല, നിങ്ങൾ ബോധ്യപ്പെടാത്തതേ പറഞ്ഞിട്ടുള്ളൂ. ഞാനത് ജാലിയവാലയോട് തന്നെ പറഞ്ഞു. നിങ്ങളെ ഇവിടെ വന്ന ചങ്ങാതിമാര് ഷിയയാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അഊദു ബില്ലാഹ്, ഷിയ വിശ്വാസമോ? ഞാൻ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ചിലപ്പോ ഇതെന്ത് ഞാനിവിടെ ഒരുപാട് ആളുകൾ സമ്മാനം ഒരുപാട് അവിടെ കാണേണ്ടതാണ്, ഒരുപാട് ഹദിയ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? ഈ ഷേർ മുബാറക് ഇട്ട വെള്ളം കുടിച്ചിട്ട് രോഗം മാറിയവർ, ഭ്രാന്ത് മാറിയവർ, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. കാസിമയ്ക്കത് കുടിക്കാത്തത് കൊണ്ടാണ്. അപ്പോ ഇതൊക്കെ കുടിച്ച് രോഗം മാറിയ ഒരുപാട് ആളുകളുണ്ട്. അവർ ഹദിയ കൊടുത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. നോക്കണം നിങ്ങള്. എന്നിട്ട് അത്രയും വലിയ ഒരാളെ കുറിച്ച് പറയാണ്. എന്താ പറഞ്ഞെന്നറിയോ? അതെല്ലാം നന്നായി ശ്രദ്ധിക്കണം, അപ്പോഴേ തീയുള്ളൂ. ചോദിക്കുന്നത് എടുക്കുമോനെ ആ പത്രസമ്മേളനം അല്ലാതെ ആ സെന്ററിൽ ഒരു സാധനം ഇരിക്കണം കണ്ടോ? അതാരാ? അതാണ് നമ്മളെ മുക്ക ഉമർ ഫൈസി. അയാൾ ഫിത്തനുള്ള സമയത്ത് മാത്രമേ പുറത്തു വരലുള്ളൂ, അപ്പോഴേ അയാളെ കാണലുള്ളൂ. ഇയാള് നല്ല അമ്പലക്കരം ഇവിടെ ചോദിക്കാണ്, എന്ത് ഷിയാ വിശ്വാസക്കാരനെന്നാണ് പറഞ്ഞാലോ? അത് മറ്റാള് ബോധ്യപ്പെടാതെ എങ്ങനെയാ പറയാ? ഒന്ന് കേട്ടോളൂ, നല്ലോണം ശ്രദ്ധിക്കണം, നല്ല കേൾക്കും. മനസ്സിലാകും. കാരണം ചെറിയ ബോട്ടിൽ ഇപ്പൊ ഇതിന്റെ കൂടെ ഞങ്ങൾക്ക് ആദ്യം തന്നു ഒരു 10-12 ചെറിയ ബോട്ടിൽ ഇത് മുഖ്യ വെള്ളം നമുക്ക് ബോട്ടിൽ റെഡി ഓൾറെഡി ഉണ്ട്. ആൾക്കാർ വരിക, കൊടുക്കുക, അവര് സംഭാവന കൊടുക്കായിരിക്കും. ഫിക്സഡ് സംഖ്യ വാങ്ങുന്നുണ്ടാവില്ല. വേറെ അദ്ദേഹം ജോലി ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഒരു വിശ്രമ ജീവിതം കഴിക്കണം. അവിടെ ഒരു കട്ടിൽ ഇങ്ങനെ കിടക്കുക. ഒരു 10-65 വയസ്സുണ്ടാവും കണ്ടോ അല്ലേ? അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്. പണ്ഡിതനല്ല. ആ പണ്ഡിതനല്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയില്ല എന്ന് മനസ്സിലാകുന്നു. അത് പറയണ്ട, നമുക്ക് ബോധ്യപ്പെടാതെ ശീലമാണ്. നിങ്ങൾ ഇത് നേരത്തെ തീരുമാനമാണ്. ഈ പത്രസമ്മേളനം തന്നെ വേണ്ട ചൂടെ. കാരണം ബോധ്യപ്പെട്ടത് എന്താ അതിലുള്ളത്? ഒരു ചുക്കുമതിലില്ല ഒരാളെ കുറിച്ച്. അപ്പൊ ഈ ഉമ്മർ ഫൈസിന്റെ ഒക്കെ മനസ്സുകൾ നോക്ക്. ഒരാളെ കുറിച്ച് നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഷിയയാണെന്ന് തെളിയിക്കാൻ മുഴുവൻ ആളുകളെയും ഞങ്ങളിതാ വെല്ലുവിളിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ. ഒരനുമാനം നിങ്ങൾക്കില്ല. അപ്പൊ ഉസ്താദിനുള്ള മുടി ഷാറുബാർക്ക് കൊടുത്താ പിന്നെ എല്ലാം ഹദ്റജിയെ കുറിച്ച് പറഞ്ഞ നമ്പർ 1 കള്ളനെന്നാ കേൾക്കണോ? ഇവിടെയും പറഞ്ഞല്ലോ ജാഹിൽ വാര. ഒരാൾ പറഞ്ഞത് അങ്ങനെയാണ്, വേറൊരാൾ പറഞ്ഞത് കേശവൻ എന്നാണ്. ഇത് ഞങ്ങൾ പറഞ്ഞപ്പോ
ആ ജാലിയവാല ഞങ്ങളോട് പറഞ്ഞു, എന്താ ഉസ്താദുമാരെ, ഇവര് തന്നെ ഇവരെ സ്ഥാപനത്തിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, എന്റെ മധുഹൊക്കെ പറഞ്ഞ് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. എടുക്കുമോനെ, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബോംബെയിലൊരു സ്ഥാപനമുണ്ട്, ഖുവ്വത്തുൽ ഇസ്ലാം മദ്രസ. ഈ ഖുവ്വത്തുൽ ഇസ്ലാം മദ്രസ എന്ന സ്ഥാപനത്തിലതാ സഹോദരന്മാര് ചിന്തിക്കണം, ജാലിയവാലയെ കൊണ്ടുവരാൻ വേണ്ടി ഇവര് അങ്ങയുടെ മഹത്തായ സാന്നിധ്യം ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് ക്ഷണിക്കുകയും അദ്ദേഹത്തെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ഞാൻ ആ കത്ത് നിങ്ങളെ കാണിക്കുന്നു. വേറൊന്നും കൂടി കേട്ടോ, പല പത്രസമ്മേളനത്തിലെ പത്രക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കത്തുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ കത്തൊന്ന് കാണിച്ചൂടെ? കാന്തപുരം അപ്ലിക്കേഷൻ കൊടുത്തു, ഹദ്രജ് കൊടുത്തു. അപ്പൊ ഇവര് പറഞ്ഞു, അത് മൂപ്പരതിന് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. എന്താണെന്നറിയോ, ഞങ്ങൾ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ വകയിൽ ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ചുകൊണ്ടുവന്ന് ഞങ്ങൾക്ക് അവിടെയുള്ള രംഗങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തന്നു കേട്ടോ. അതെന്തിനാ ഞാൻ പറഞ്ഞതറിയോ, നിങ്ങൾക്ക് തരാത്ത പലരും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല, ഞങ്ങൾ ഫോട്ടോ എടുത്തു എന്ന് മാത്രമല്ല, സനത് ചോദിച്ചപ്പോൾ അതാ അദ്ദേഹത്തിന്റെ പഴയ റെക്കോർഡിൽ നിന്ന് കണ്ടാൽ തന്നെ വളരെ പഴക്കം ചെല്ലുന്ന കടലാസ് തുണ്ടുകളെടുത്ത് എനിക്ക് കാണിച്ചു തന്നു. ഇതാ ഇതിന്റെ സനത് ഞാൻ വെല്ലുവിളിക്കുന്നു. ഇവിടെ പറഞ്ഞില്ലേ നിങ്ങൾ, ഒരു സഖാഫി ഉണ്ടാക്കിയതാണ്, ഈ മർക്കസിൽ വെച്ച് നിർമ്മിച്ചതാണ്. തെളിയിച്ചാൽ അന്ന് മുതൽ ഞാൻ പ്രസംഗിക്കുകയില്ല കേട്ടോ. വെല്ലുവിളിയാണിത്. ആരാ പറഞ്ഞു നിങ്ങളോട്? ഒറ്റ ബോംബെ പോക്കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയും. ഒന്നെടുക്കുമോനെ, അത് നമ്മൾ ആ എസ്കെക്കാര് ക്ഷണിച്ച കത്ത് ഫോട്ടോ എടുക്കണം. ആ കത്ത് നമ്മുടെ അവിടുത്തെ ജോലി ചെയ്യുന്ന ഒരു ഇസ്മായിൽ അംജദി ഉണ്ട്, അദ്ദേഹം അവിടെ അടുത്ത് തന്നെയുള്ളത്. അപ്പൊ ഇവര് നമ്മളോട് ഒരു ചോദിച്ചു, എന്താ അറിയോ, ഈ ഇങ്ങനൊരു ഹംക്ക് നിങ്ങളെ കേരളത്തിലുണ്ടെങ്കിൽ ഇവരെ നിങ്ങൾ അതൊന്ന് നേരത്തെ പറയുകയാണെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൊന്നും കുഴപ്പമില്ല, ഇനി നമുക്ക് നോക്കാം. ഏതായാലും ആകട്ടെ, നിങ്ങൾ നോക്കിക്കോ. അത് നമ്മൾ പിന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ച് ആ കത്ത് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് എഴുതിയ കത്താണ്. ആ കത്ത് ഉറുദുവിൽ അദ്ദേഹം വായിക്കുന്നുണ്ട്, അതിന്റെ അർത്ഥവും പറയുന്നുണ്ട് കേട്ടോ. मुकर्रमी जनाब मोहम्मद इकबाल वली दारोजी दोराजी इन्होंने लिखा, लेकिन दोराजी मुकर्रमी जनाब मोहम्मद इमरान साहब, ये उनके साहबजादे। ठीक है। मदरसा क़ुव्वतुल इस्लाम अरबी कॉलेज मुसलमानों की तरक्की के लिए एक अजीम इदारा है। ये एक मिनट रुक जाए, देखिए एक आप लोग पढ़े लिखे हैं, मैं जाहिल हूँ, अगर कुछ गुस्ताखी हो तो माफ़ी चाहता हूँ, लेकिन अल्लाह का फजल ज़रूर है, और जिससे अल्लाह का फजल है उसे गम नहीं किसी चीज़ का। यहाँ फिर से पढ़िए, आप इसको फिर से पढ़िए। मुसलमानों की तरक्की के लिए और एक अजीम इदारा है, एक अजीम इदारा, मुसलमान की तरक्की के लिए एक अजीम दायरा है। आगे चलिए। ये इदारा केरला कमेटी के ज़ेर तख्तीदारी और साहबी है। मदरसा हाजा में तलबा को दीनी और दुनियावी दोनों तालीम के ज़रिए से आरास्ते किया जाता है। ठीक है। ये मदरसा पीर तरीक़त इकबाल, ये मदरसा पीर तरीक़त इकबाल साहिब हो, आपके फरजिंदा इमरान साहिब जैसी बाबरकत शख्सियों को दावत देता है कि अपना कीमती वक्त निकाल कर हमारे मदरसे की ज़ियारत के लिए तशरीफ़ लाकर हमें आपकी खिदमत का मौक़ा दे तशरीफ़ आवरी कबल पेशगी की इत्तला करने की भी गुजारिश है। अब इसका ट्रांसलेशन भी एक बार ये बता दें। हाँ ठीक है, अब आपने भाषा में बताइए। क़ुव्वतुल इस्लाम आप अपने भाषा में बताइए। നമ്മുടെ ഇക്ബാൽ ബായിയെ കുറിച്ചിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം എന്താണ്, തുരീഖത്തിന്റെ ഒരു ഷേഖാണ് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലും ഷേഖാണെന്ന് അംഗീകരിക്കുന്ന രീതിയിലും, അതുകൊണ്ട് തന്നെ താങ്കളും താങ്കളുടെ മകനായ ഇമ്രാൻ സാഹിബും ഇങ്ങനെ മുബാറക്കായ ബറക്കത്താക്കപ്പെട്ട ആളുകളൊക്കെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരണമെന്നും നിങ്ങളുടെ വളരെ വിലപിടിച്ച സമയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ മദ്രസയിലേക്ക് സിയാറത്തിന് വേണ്ടി നിങ്ങൾ ആദരവോടെ വരണമെന്നും അങ്ങനെ ഞങ്ങൾക്ക് അങ്ങേക്ക് ഖിദ്മത്ത് ചെയ്യാൻ അവസരം തരണമെന്നും ഞങ്ങൾ ഇതിനാൽ അപേക്ഷിക്കുന്നു. ഈ കത്തിനാൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു എന്നാണ് ഈ കത്ത്. ഈ കത്ത് ഇവരെ മുംബൈയിലെ ഒരു ചെറിയ സ്ഥാപനമായ ഖുവ്വത്തുൽ ഇസ്ലാം അറബിയ എന്ന മദ്രസയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് അവരുടെ ക്ഷണക്കത്ത്.
അത് വേറെ SKSF ആകെ ബോംബെയിൽ നടത്തുന്ന ചെറിയൊരു സ്ഥാപനമാണ് ഖുവത്തുൽ ഇസ്ലാം മദ്രസ. അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്താണ്. നോക്കൂ, നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. അവിടെ ചെന്നപ്പോഴല്ലേ അത്ഭുതം. എന്റെ കൂടെ ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് അൻവരി ഉണ്ടായിരുന്നു, മുഹമ്മദ് രാമന്തരി ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഇവരെ ഏതോ ഒരു മനുഷ്യന് പരിചയപ്പെടുത്തിയിട്ട് അവിടെ എത്തുമ്പോൾ വലിയ മൗലിദിന്റെ സദസ്, ഷെയർ മുബാറക്ക് മുന്നിൽ വെച്ചുകൊണ്ട് രാവിലെ വരെ നടക്കുന്ന വലിയ വലിയ ബുർദ, അതുപോലെ തന്നെ ഉറുദു കവിതകൾ, അവിടുത്തെ പ്രമുഖരായ വലിയ വലിയ അറബിക് കോളേജുകളിൽ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ. ഏതോ മുറുക്കാൻകടയിലെ ചങ്ങാതി എന്നല്ലേ പറഞ്ഞത്, കേശവനെന്നല്ലേ പറഞ്ഞത്. ബോംബെയിലെ 20ഓളം പള്ളികളിലെ ഇമാമിങ്ങൾ ഞങ്ങൾക്ക് എഴുതി ഒപ്പിട്ടു തന്നു. നിങ്ങൾ സംശയിക്കണ്ട, ഇവിടെ ഒരാൾക്കും അതിൽ തർക്കമില്ല. നോക്കൂ, നിങ്ങൾ അവിടെ നടന്ന ഞങ്ങൾ ചെന്ന അന്ന് രാത്രി ഉണ്ടായ മൗലിദിന്റെ സദസ്സിലെ ഒരു ചെറിയ രംഗം ഞാൻ നിങ്ങളെ കാണിക്കുന്നു. എല്ലാം കൂടി കാണിക്കാൻ സമയമില്ല. കാണിച്ചോളൂ നിങ്ങൾ സഹോദരന്മാരെ. ഷെയർ മുബാറക്ക് മുന്നിൽ വെച്ച് റസൂലുള്ളാഹി തങ്ങളെ ഷെയർ മുബാറക്ക് നേരില്ല എന്നൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ ഷെയർ മുബാറക്കിന്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരയുന്ന ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട പണ്ഡിതന്മാര്. ഓ സഹോദരന്മാരെ, അവരൊക്കെ നരകത്തിലേക്ക്. ഈ കേശവനെന്ന് വിളിച്ച ഇവൻ റസൂലുള്ളാഹിന്റെ അസറിനെ കുറ്റം പറഞ്ഞ് ഒരു കാര്യമേ പറയാനുള്ളൂ. ആഖിബത്ത് സൂക്ഷിച്ചോ, ഹബീബിനോട് കളി വേണ്ട. ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഈ അസൂയ കമ്പനിയുടെ തുന്നു ഒരാളും പെട്ടുപോകണ്ട. കണ്ടു അവിടുത്തെ മജ്‌ലിസ്. അങ്ങനെ പോകുന്നു. മുഴുവനും എന്റെ കയ്യിൽ ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ മുഴുവനും കാണിക്കും. മൗലിദിന്റെ സദസ്സുകൾ, അവിടെ ആധാരികൾ ബറക്കത്തെടുക്കാൻ വരുന്നവർ. ഇനിയൊരു രഹസ്യം കൂടി പറയട്ടോ. ഇവരതാ എല്ലാരും കൂടി വന്നിട്ട് ഇഖ്ബാൽ ജാലിയവാല മോശാന്നൊക്കെ പറഞ്ഞില്ലേ. ഹുദവികളും അമ്പലക്കടവ് ടീമെല്ലാം പോയിട്ട് ജാലിയവാലയുടെ കൈപിടിച്ചു കുത്തുകയാണ്. സഹോദരന്മാര് ചിന്തിക്കണം, അതെങ്ങനെയെങ്കിലും കിട്ടിയത് അവർ കൊണ്ടുവന്ന പെൺ ക്യാമറയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. എടുക്കുമോനെ അത് ഞാൻ കൊണ്ടുവരാം. അതിലൊരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് വെളിപ്പെടുത്ത്, എന്നിട്ട് വേണം ബാക്കി പറയാൻ. നിങ്ങൾ അടിവേറെ നിങ്ങൾ ആർക്കും കേട്ടോ, ഒരു സംശയം വേണ്ട. അതില് വെക്ക് മോനെ, ആരെങ്കിലും കേട്ടോ. തിരിച്ചുവിടുന്ന കേസസ് കേട്ടോ. അവിടെ പോയി കൈയും കാലും മുത്തിയിട്ട് ഇവിടെ വന്നിട്ട് ജാഹിലിയെന്നോ. ഇത് ഞങ്ങൾ അറിയില്ല എന്നാ വിചാരിച്ചത്. അതിനെന്നെയാണ് പെൺ ക്യാമറ അവിടെ പിടിച്ചു വെച്ചത്. അതൊക്കെ ഷെയർ മുബാറക്കിന്റെ കുരുത്തക്കേടാ മക്കളെ. ഇനി അതിലൊരുപാട് രംഗമുണ്ട്, ഒരുപാടുണ്ട്, സ്ത്രീകളടക്കമുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നില്ല, വേണ്ടി വന്നാൽ അത് പറയും. നിൽക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. ഇനിയോ കാസിം ഇവിടെ പറഞ്ഞല്ലോ, അതാണ് നിങ്ങൾക്കൊക്കെ പറ്റിപ്പോയെന്നാണ് തോന്നുന്നത്. കാരണം കാസിം 2 കാര്യമാണ് ഇവിടെ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, കേട്ടോളൂ നിങ്ങൾ. ഇത്രയും വ്യക്തമായിട്ട് സഹോദരന്മാരെ, ഇതെല്ലാം ഉണ്ടായിട്ടും ബഹുമാനപ്പെട്ട ഇഖ്ബാൽ ജാലിയവാലയെ കുറിച്ച് പറഞ്ഞ ആരോപണങ്ങൾ പറയുമ്പോ കാസിം പറഞ്ഞെന്ന് തന്നെയാണ് എനിക്ക് ഓർമ്മയാകുന്നത്. മലപ്പുറത്തെ ആൾ വന്നിട്ട് പറഞ്ഞെന്താ, ഇനി ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്, അത് പറയാൻ വേണ്ടി വന്നതാണ്, പിന്നെ പലരും എനിക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാസിം പറയുന്നതൊന്ന് കേട്ടോ. എനിക്ക് പനിയാണ്, ഇന്ന് വരാൻ കഴിയില്ല. പക്ഷെ ഞാൻ വന്നത് ഞാനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ചില ആളുകൾ അറിയിക്കാൻ വേണ്ടിയാണ്. അവരോടുള്ള മറുപടി, അള്ളാഹുവിന്റെ കോടതിയെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന. ചില ആളുകൾ അഭിപ്രായ പ്രകാരം ഞാൻ ഏർവാടിയിൽ ചങ്ങലയിലാണ്. സത്യത്തിൽ നേരത്തെ പറഞ്ഞ ട്രൗസർ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ചങ്ങല മാത്രമാണ്. പിന്നെ പറഞ്ഞ യഥേഷ്ടം കിട്ടും. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ആര് പോയാലും കിട്ടും. പച്ചനുണയാണ് പറഞ്ഞത്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. യഥേഷ്ടം കിട്ടും എന്നല്ല സംഭവം. എന്താണെന്നറിയോ? ഇവരവിടെ പോയി, എന്നിട്ട് ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞു, ഈ ഖുവത്തുൽ ഇസ്ലാം മദ്രസയിലുള്ള
ഒരു ഉറുദു അറിയുന്ന ഒരാളെ കുത്തിക്കൊണ്ടുപോയി മുഹമ്മദ് ഇഖ്ബാൽ ജാലിയവാലയുമായി അദ്ദേഹം പരിചയപ്പെട്ട് അവസാനം മുഹമ്മദ് ഇഖ്ബാൽ സാഹിബിനോട് പറഞ്ഞു, ഞങ്ങളൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. എവിടെ? ദാറുൽ ഹുദ. ദാറുൽ ഹുദയിലെ മുകളിൽ ഒരു വലിയ കുബ്ബയുണ്ടാക്കി ആ കുബ്ബയുടെ താഴെ ഞങ്ങൾക്ക് ശഅർ മുബാറക് കൊണ്ട് ബറക്കത്തെടുക്കാൻ ഒരു ശഅർ നിങ്ങൾ തരണം. പിന്നെ പറഞ്ഞു, അത് മാത്രല്ല, ഞങ്ങളെ ഇസ്ലാമിക് സെന്റർ എന്ന് പറഞ്ഞ ഒരു സെന്ററുണ്ട്. അതെവിടെ? അങ്ങ് കോഴിക്കോട്. ഇഖ്ബാൽ ജാലിയവാലിനോട് പറഞ്ഞതാ. അപ്പൊ നിങ്ങളൊരു ശഅർ മുബാറക് തന്നാൽ ഞങ്ങൾക്ക് ബർക്കത്തെടുക്കാം, ഞങ്ങൾക്ക് ആളുകൾക്ക് വെള്ളം കുടിക്കാം. ഈ കളവ് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇഖ്ബാൽ ജാലിയവാലയെ ഇവർ പറ്റിച്ചതാണ്. പറ്റിക്കലാണല്ലോ പണി. എല്ലാവരെയും പറ്റിച്ചു. നമ്മളെ ബഹുമാനപ്പെട്ട ഇഖ്ബാൽ ജാലിയവാലയെ കുറിച്ച് പറഞ്ഞ ആ കളവെടുക്ക് അതെടുത്തോളൂ. 909 അതിൽ പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ സഹോദരന്മാരെ യഥേഷ്ടം കിട്ടും എന്ന് പറഞ്ഞത് കളവാണ്. പത്രസമ്മേളനത്തിൽ ഇവർ തന്നെ പറയുന്നുണ്ട്. പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾ ശരിക്ക് കേട്ടോളൂ. അതിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ അവിടെ പോയി ഇസ്ലാമിക് സെന്ററിൽ വെച്ച് വെള്ളം കൊടുക്കാനാന്ന് പറഞ്ഞപ്പോ അദ്ദേഹം തന്നതാണ്. നോണ പറഞ്ഞു കൊണ്ടുവന്നതാണ് സഹോദരന്മാരെ, അല്ലാതെ യഥേഷ്ടം കിട്ടുന്ന സംഗതി അല്ലത്. അത് കേരളത്തിലെ വലിയ ഒരു സമൂഹത്തിന് വെള്ളം കൊടുക്കാനും ബർക്കത്തെടുക്കാനും വിചാരിച്ചപ്പോ അതും ഏണം കൊടുത്തത് എങ്ങനെയാണ് നിങ്ങൾക്ക്? ഒരു മുടിയിൽ നിന്ന് പൊട്ടിയ 7 ഇതളുകളാണ്. അതാണ് ഇയാളെന്നെ പറഞ്ഞത്, സൂക്ഷിച്ചു നോക്കിയാലേ കാണുള്ളൂ, മൂപ്പർക്കെന്നത് കാണൂല. അതൊക്കെ നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി കേട്ടോളൂ. അവിടെയും പറ്റിച്ചു എന്ന് അമ്പലക്കടവ് തുറന്നടിക്കുന്നു. കേട്ടോളൂ, പറയട്ടെ. ആ മുടി അദ്ദേഹം തന്ന അതേ രീതിയിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാന്തപുരത്തിന്റെ വശം 2 മുടികളുണ്ട്. അത് 7 മുടി അദ്ദേഹം ഒരുമിച്ച് ഞങ്ങൾക്ക് കൈമാറി. അതൊരു വിഷയമല്ല, ആരും സമീപിച്ചാലും യഥേഷ്ടം നൽകാവുന്ന വിധം മുടികളുടെ ശേഖരം അദ്ദേഹം ഒരു ബിസിനസ് ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും. പൈസ ഇദ്ദേഹം അതിന്റെ ചെലവിലേക്ക് എന്ന് പറഞ്ഞ് കാശ് വാങ്ങുന്നുണ്ട്. കാരണം ഒരു അർദ്ധ വെള്ളിയുടെ പാത്രത്തിലാണ് ഇത് വെച്ച് തരുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു സംഖ്യ അദ്ദേഹം വാങ്ങുന്നുണ്ട്. ഞങ്ങൾ 5500 രൂപ വാങ്ങി. ഒരു മുടിന്ന് ആവശ്യപ്പെട്ട 7 മുടി തന്നു. അതിന് അദ്ദേഹം പറയുന്ന മുടിക്കല്ല കാശ്, ആ കളിക്ക. ഇദ്ദേഹം ഇങ്ങനെ കെട്ടി ഭദ്രമായി അവിടെ ഏൽപ്പിച്ചതാണ്. ഈ വിധത്തിൽ ഈ സംവിധാനത്തിനാണ് അദ്ദേഹം കാശ് എന്നാണ് പറയുന്നത്. ഇത് ഞങ്ങൾ വിശ്വസിച്ച് ചെയ്യുന്നതല്ല, വ്യാജാൻ തെളിയിക്കാൻ വേണ്ടിയാണ്. ഈ പിന്നെ മെഴുകില് അദ്ദേഹം ഇങ്ങനെ കുത്തി വെച്ചേക്കാണ്. ഓരോ എണ്ണം സൂക്ഷ്മമായി നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത്ര ചെറിയ ഈ മെഴുകിന്റെ മുകളിലാണ് ഈ മുടികൾ അദ്ദേഹം ഇങ്ങനെ നട്ടുപിടിപ്പിച്ച പോലെ വെച്ചിട്ടുള്ളത്. നമ്മുടെ മുമ്പിൽ വെച്ച് അതൊക്കെ ചെയ്ത് 2-3 മണിക്കൂർ എടുത്തു. ഇത് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കേരളത്തിൽ കൊണ്ടുപോയാൽ ഇപ്പൊ ഞങ്ങളിത് വെക്കുകയാണെങ്കിൽ ആരും വിശ്വസിക്കണം, ഇത് നിങ്ങൾ തന്നതിന് രേഖ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം സീലും ഒപ്പും വെച്ച് അദ്ദേഹത്തിന്റെ ലെറ്റർ ഹെഡിൽ കൃത്യമായി ഉറുദു ഭാഷയിൽ ഞങ്ങൾക്ക് ഇന്ന സാക്ഷികൾ മുഖേന കൈമാറുന്നു എന്ന് തന്നിട്ട് അഡ്രസ്സും ടെലിഫോൺ നമ്പർ എല്ലാം ഉണ്ട് ഇതിൽ. അപ്പൊ ഇതിൽ പറഞ്ഞാൽ എന്താ? യഥേഷ്ടം കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ആർക്കും കിട്ടും. ഞങ്ങൾ ഒന്ന് കൊടുത്തപ്പോ ഇനി അപ്പുറത്ത് അതിലധികം പറയുന്നുണ്ട് അങ്ങനെയല്ല. കാരണം മുഴുവൻ വൈരുദ്ധ്യാണ്. ആദ്യം പറഞ്ഞത് പിന്നെ ഓർമ്മല്ല. മുസ്തഫൈസ് ഇവിടെ പ്രസംഗിച്ച പോലെ ആദ്യം പറഞ്ഞു സനത് വേണം, സനതില്ലാതെ സ്വീകരിക്കൂല. കുറച്ചങ്ങട്ടെത്തിയപ്പോ പറഞ്ഞു വെല്ലൂരിലെ മുടിയൊക്കെ കേട്ടുകേൾവേ ഉള്ളൂ, അങ്ങനെയാണ് വിശ്വസിച്ച് വരുന്നതാണ്. അപ്പൊ സനത് വേണ്ടാനായി. അപ്പൊ പരസ്പരം വൈരുദ്ധ്യങ്ങൾ പറയുന്ന ഈ മുസ്ലിയാമാർക്ക് അത് തിരിയാതെ പോയി. അങ്ങനെ അവസാനം പറയുന്നുണ്ട്, കേട്ടോളൂ, ഞങ്ങൾ ഇസ്ലാമിക് സെന്ററിൽ വെക്കാനാണെന്ന് പറഞ്ഞപ്പോഴാണ് തന്നത്. അതെ, നമ്മളുള്ള സന്തോഷം കൊണ്ടായിരിക്കും. കാരണം നമ്മൾ പറഞ്ഞു കോഴിക്കോട് ഇങ്ങനെ ഇസ്ലാമിക് സെന്റർ എന്ന വലിയ കേന്ദ്രമുണ്ട്. അത് കേന്ദ്രീകരിച്ച് അവിടെ പള്ളിയുണ്ട്, അവിടെ പ്രദർശിപ്പിക്കാനും ആളുകൾക്ക് ഉപയോഗപ്പെടുത്താനും നല്ല നിലക്കാണെങ്കിൽ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ ആ ഒരു പിന്നെ ബന്ധങ്ങളൊക്കെ വെച്ചിട്ട് വേറെ ബന്ധമുള്ള ആളുകൾ കൂട്ടിയാ പോയത്. അപ്പൊ താല്പര്യം കൊണ്ടായിരിക്കും ഒരു മുടി വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹം 4 തരാറുന്നു. പിന്നെ ഇതിങ്ങനെ എടുത്തു വെക്കുമ്പോ ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ അതെന്തായി? ഇസ്ലാമിക് സെന്ററിൽ വെക്കാനാണെന്ന് പറഞ്ഞ് ഇഖ്ബാൽ ജാലിയവാല ഇവരെ പറ്റിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ആ തിരികേശം മുസ്ലിമീങ്ങൾക്ക് വിട്ടുതരണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുകയാണ്. കാരണം അതവിടെ വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പറ്റിച്ചു. ഓ അമ്പലക്കടവേ, ഓ കാസിനി, വഞ്ചനയുടെ ഇത് പറയണം നിങ്ങൾ സമുദായത്തോട്. പാവം മനുഷ്യനോട് ഇസ്ലാമിക് സെന്ററിൽ വെക്കാനാണ്, ദാറുൽ ഹുദയിൽ വെക്കാൻ, അല്ലെങ്കിലും കാസിമിന്റെ പണി പറ്റിക്കലാണല്ലോ, പറ്റിക്കൽ വിദഗ്ധനാണ് അയാൾ.
മുമ്പ് അമ്പലക്കടവ് പറഞ്ഞല്ലോ, അവിടെ മർക്കസ് ഹസ്രജിന്റെ അടുത്ത് ഷെയർ മുബാറക്ക് ഉണ്ട്. അന്ന് കാസിം പറഞ്ഞത് അത് ഞങ്ങൾ കാന്തപുരത്തെ പറ്റിച്ചതാണ് എന്ന്. പറ്റിക്കൽ മാത്രമേ ഈ ചങ്ങാതിമാർക്ക് അറിയൂ. അതുകൊണ്ട് തന്നെ യഥേഷ്ടം കിട്ടിയതല്ല. അത് അവിടെ ചെന്നു ഈ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു. ദാറുൽ ഹുദയിൽ ആളുകൾ വരുന്നതും അതുപോലെ മുതഅല്ലിമീങ്ങളെയും ചിലപ്പോൾ മർക്കസിന്റെ സമ്മേളനം കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും, സാധുവിന് അറിയില്ലല്ലോ. ഇതൊക്കെ അവിടെ വരുന്ന ആളുകളാണ്, അതുകൊണ്ട് തരണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഒരു ഷെയർ, അതിന്റെ ഷെയർ മുബാറക്ക് എന്ന് 7 ഇതളുകൾ പൊട്ടിയ ചെറിയ ഇതളുകൾ അവർക്ക് വെച്ചു കൊടുത്തു. അത് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, സഹോദരന്മാര് ചിന്തിക്കണം. കാസിമിയുടെ പണി കാസിം എന്നെ പറഞ്ഞു. ഖദ്റജിയുടെ വീട്ടിലും മുടിയുണ്ട് എന്ന് ഹമീദ് ഫൈസി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ സത്യത്തിൽ പറ്റിയത് ഏപ്പിക്ക് ഹമീദ് ഫൈസിയെ ഇത്തിഫാഖ് ചെയ്തതാ. വലിയ പെടല പെട്ടത്. സത്യത്തിൽ പറ്റിച്ചാളാ ഹമീദ് ഫൈസിയ. അതിനെ സത്യ ഖദ്റജിയുടെ വീട്ടില് ഒരു മുടിയുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഹമീദ് ഫൈസി പറയുന്നതോടുകൂടെ തീരുമാനിച്ചു ഖദ്റജിയുടെ വീട്ടിൽ നിന്ന് ഇനി കൊണ്ടുവന്ന മുടിയാവുമ്പോ എതിർക്കാൻ കഴിയില്ലല്ലോ. ആ ഇടക്ക് ഖദ്റജിയുടെ മുടിയെപ്പറ്റി പറഞ്ഞല്ലോ. അങ്ങനത്തെ ഒരു മുടിയെപ്പറ്റി അദ്ദേഹത്തിന് വിവരം ഉണ്ടായിരിക്കാം. അത് കൊണ്ടുവന്നിട്ടുണ്ടാവാം. അതാണ് സത്യത്തിൽ ഇവിടെ പറ്റിച്ചത് ഹമീദ് ഫൈസിയ. അപ്പോ ആ സീരിയൽ മുതലാണ് അമ്പലക്കടവ് ഹമീദ് ഫൈസി പറ്റിക്കുന്ന ആളാന്ന് വെച്ചാൽ ഈ പറ്റിക്കലാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ഖദ്റജി. ആ അഹമ്മദ് ഖദ്റജിയുടെ കയ്യിൽ മുടിയുണ്ട് എന്ന് പറഞ്ഞ് കാന്തപുരത്തെ പറ്റിച്ചു എന്ന് പറഞ്ഞ അതേ ചങ്ങാതിമാരെ ബോംബെയിൽ പോയിട്ട് മുംബൈയിൽ ചെന്ന് നമ്മുടെ ഇഖ്ബാൽ ജാലിയാവാല എന്ന മഹാറയും പറ്റിച്ചു. അതാണ് അതിന്റെ ശരി. സഹോദരന്മാരെ, അദ്ദേഹം തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന് വലിയ വേദനയായി. ഷെയർ മുബാറക്ക് പത്രക്കാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വല്ലാതെ വിഷമിച്ചുപോയി. ഏതെങ്കിലും ആളുകളെ മുന്നിൽ അതിനെ പരിഹസിച്ച് അതെടുത്തു വച്ച് അതിവിടെ കൊണ്ടുവന്നില്ല. കാരണം എന്താ? ടെസ്റ്റിന് കൊണ്ടുപോയതാണത്രേ. നിങ്ങൾ ടെസ്റ്റ് ഇങ്ങോട്ട് വരി, പുതിയ വെളിപ്പെടുത്തലും ഹായി ഇങ്ങോട്ട് വരി, ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങളെ ടെസ്റ്റിന്റെ പൂതി ഞങ്ങൾ തീർക്കും കേട്ടോ. ഷെയർ മുബാറക്ക് ടെസ്റ്റ് ചെയ്യണമത്രേ. ആരാ ടെസ്റ്റ് ചെയ്യുന്നത്? കൊണ്ടുവാ നിങ്ങളെ റിപ്പോർട്ട്. ബാക്കി ഞാൻ എപ്പോൾ പറയാം. ടെസ്റ്റുമായി വരുന്നവനോടൊരു വാക്കേ പറയാനുള്ളൂ. ഈ ലക്കം തെളിച്ചമൊന്ന് വായിച്ചിട്ട് വന്നാൽ മതി. വരാൻ പോകുന്ന വിപത്ത് കണ്ടറിഞ്ഞോ. ശറഇന്റെ നിയമങ്ങളും ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറകളും നിന്റെ കേവലം ടെസ്റ്റ് കൊണ്ട് അളക്കാൻ പോയാൽ അത് അപകടമാണെന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ടെസ്റ്റ് അവിടെ നിന്ന് ചെയ്തു കൊടുത്തതാ. ഷെയർ മുബാറക്ക് ആണോ എന്ന് കൃത്യമായി നയലുണ്ടോ ഇല്ലേ എന്ന് കാണിച്ചു കൊടുത്ത് ഇല്ല എന്ന് ഇവരും പറഞ്ഞതിന്റെ ശേഷമാണ് ഈ ഷെയർ മുബാറക്ക് നൽകിയത്. നിഷേധിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? എന്നിട്ട് ഇത്രയും വ്യക്തമായി പറഞ്ഞവര് സംഗതിയെ ഈ ഉമ്മത്തിന്റെ മുന്നിൽ വന്ന് എന്തിനാണ് സഹോദരന്മാരെ നശിപ്പിക്കുന്നത്? എന്നിട്ട് പത്രസമ്മേളനത്തിൽ തന്നെ മൂപ്പർക്ക് ഓർമ്മക്കുറവ് സംഭവിച്ചുപോയി. എടുക്ക്, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഏതൊക്കെ രൂപത്തിലാ മുഖം കെട്ട് ആ രൂപമൊക്കെ മുഖം കെട്ടിട്ടുണ്ട്. ഇയാളിതിങ്ങനെ പറഞ്ഞു വരുന്നതിന്റെ ഇടയില് ഷെയർ മുബാറക്ക് വിഷയം പറഞ്ഞു. അവസാനം അമ്പലക്കടവ് പത്രക്കാരോട് ഇങ്ങനെ പറഞ്ഞു, അത് ഇപ്പൊ ഓർമ്മ കിട്ടണില്ല. എങ്ങനെ ഓർമ്മ കിട്ടുക? അവസാനം എഴുന്നു ശരിക്കും. എന്നിട്ട് ആ പോയിന്റ് ഇനി ഓർമ്മ വരുമ്പോ പറയാൻ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് വരെ ആ പോയിന്റ് ഓർമ്മ വന്നിട്ടില്ല. ഇനിയൊരു കാലത്തത് ഓർമ്മ വരുന്നും തോന്നുന്നില്ല. ഈ പത്രക്കാരെ മുമ്പിൽ പോലും നിങ്ങൾ എന്തിനാ ഇത്ര വഷളാകാൻ പോകുന്നത്? ഒന്ന് കാണിച്ചു കൊടുക്കുക രംഗം. പിന്നെ ഞങ്ങൾ പൂർവിക പിതാവ് ബാഗ്ദാദിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ എന്നല്ല, ഇത് കൈമാറി പോകുന്നൊരു ശൃംഖലയോ അല്ലെങ്കിൽ പരമ്പരയോ പറയുന്നില്ല. പിന്നെ മറ്റൊരു പ്രശ്നം, കാന്തപുരത്തിന് ഒന്നാമത്തെ മുടി കൊടുത്ത ഇക്ബാൽ ജാലവാലയാണ്. ഒന്നാമത്തെ വ്യാജം ഉറപ്പ്. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഈ ഖദ്റജിക്ക് മുടി കൊടുത്തത് പിന്നെ ഈ ഇക്ബാൽ ജാലവാലയാണ് എന്ന് മാത്രമല്ല, പോയിന്റ് വിട്ടുപോയല്ലോ, നേരത്തെ ഒരു ചോദിച്ചൊരു ചോദ്യം, സോറി, ഓർമ്മ വരുമ്പോ പറയാം. രണ്ടാമതെന്തോ ചോദിച്ചിരുന്നു. അതെ, അപ്പോ എനിക്ക് വീണ്ടും ഓർമ്മ വന്നു കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന, മുഖം കെടുത്തണേ. അപ്പൊ നോക്ക്, നിങ്ങൾ പത്രസമ്മേളനം നടത്തും, എല്ലാം നടത്തും, നിങ്ങൾ വിചാരിച്ചതൊന്നും നടക്കൂല. അതാണ് ഇപ്പൊ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഇവർക്ക് കിട്ടിയെന്നുള്ള ബേജാറ് അത് വേണ്ട. അതിന്റെ ഉത്തരം കണ്ണാടിപ്പണം തന്നെ പറഞ്ഞിട്ടുണ്ട് പണ്ട്. അതെന്താ ആളെടുക്കുമോനെ എടുക്ക്. അത് അതിൽ പണ്ടൊരു അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമായിരുന്നു. അതിൽ 3 കൗലുണ്ട്.
ഒന്ന് നമ്മളെ അസം മൗലവിന്റെ പൂക്കോട്ടൂരുകാരന്റെ കൗല. അയാൾ പറയുന്നത് ശറഫാക്കപ്പെട്ട ഷഹർ മുബാറക് ആണെങ്കിൽ അത് ശറഫാക്കപ്പെട്ട ആളുകളെ കയ്യിലേക്ക് കിട്ടൂ എന്നാണ്. പക്ഷെ ഉടനെ നമ്മളെ പിന്നെ കണ്ണാടിപ്പറമ്പ് മൗലവി പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല, അത് കിട്ടിയെന്നത് കൊണ്ട് ആൾക്ക് ഷറഫുണ്ടാകണമെന്നില്ല. അത് നേരത്തെ തന്നെ പറഞ്ഞു വെച്ച് നന്നായി. കാരണം മുഹമ്മദ് ഇഖ്ബാൽ ഷാരിയാവാല എന്ന് പറയുന്ന ആളെടുത്ത് നിന്ന് പറ്റിച്ച് വാങ്ങിയപ്പോ അതിന്റെ ഉത്തരങ്ങൾ തന്നെ പറഞ്ഞു വെച്ചല്ലോ. ഓക്കെ, അതൊന്ന് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആള് കായ്ക്കൊടി അനീഫൊന്നല്ല, അത് നമ്മളെ അസ്സനാണ്. അതൊക്കെ ഇവിടുന്ന് വിട്ട് പോയാ പിന്നെ ഒക്കെ തലയിൽ തലപ്പാവ് പോലുമില്ല. അപ്പൊ ഞാൻ ഒരു സ്ഥലത്തുനിന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് അത് തലക്ക് ചൂടായിട്ട് ഊരി വെച്ചതാ. പേരോട് ഉസ്താദ് 8 മണിക്കൂർ പ്രസംഗിച്ച് ചൂടായിട്ടില്ല. ഇവർക്ക് 2 മിനിറ്റ് പ്രസംഗിക്കുമ്പോഴത്തേനും മുഴുവൻ ചൂട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂടെന്നല്ലേ മുഴുവൻ. അതല്ലേ എന്റെ അർത്ഥം. ഇത് ഇയാൾ പറയുന്നതിന്റെ നേരെ എതിരാണ് ആര് പറയുന്നത്? ഹസൻ മൗലവി. കേട്ടോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ തന്നെ മുടി കളഞ്ഞിട്ടുണ്ട്, ഇല്ല എന്നാരും പറയുന്നില്ല. ആ മുടി വിതരണം ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നാരും പറയുന്നില്ല. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, നിങ്ങളെ മെമ്പർഷിപ്പ് SKSSFിലാണെങ്കിലും നിങ്ങളെ മെമ്പർഷിപ്പ് SSFിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒന്നാലോചിക്കണം, മുസ്തഫായ റസൂലുള്ളാഹിന്റെ മുടി പരിശുദ്ധ കരങ്ങളിൽ അല്ലാതെ എത്തൂല. ഇതാ പഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയാണെങ്കിൽ അത് മുബാറക്കായ കരങ്ങളിലെ. ഇതിപ്പോ ഞമ്മക്ക് വേണ്ടി പറഞ്ഞതാ. ഇനി അവർക്കും കിട്ടാൻ സാധ്യത ഉണ്ടല്ലോ. അതിന് ഇയാളെ മറുപടി ആരെ? നമ്മളെ കണ്ണാടിപ്പറമ്പ്. കണ്ണാടിപ്പറമ്പേ, ഷറഫാക്കപ്പെട്ട ഒരു സാധനം കിട്ടി എന്നതുകൊണ്ട് കിട്ടിയാൾക്ക് ഷറഫുണ്ട് എന്നും ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ടാം ഖിബിലയായ ബൈത്തുൽ മുഖദ്ദസ് ജൂതന്മാരുടെ കയ്യിലാവില്ലായിരുന്നു. അപ്പൊ എന്തായി? ജൂതന്മാരെ ബൈത്തുൽ മുഖദ്ദസ് പറ്റിച്ചു വാങ്ങിയതുപോലെ നിങ്ങൾ ഷഹർ മുബാറക്കും പറ്റിച്ചു വാങ്ങിയിരിക്കുന്നു. അത് തിരിച്ചു കൊടുക്കണം. ഞങ്ങൾ പറയുന്നു, ജൂതന്മാർ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു തരണം. അതുപോലെ തന്നെ കുട്ടികൾ ഷഹർ മുബാറക്ക് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുകയാണ്.